കാര്യങ്ങൾ, ഒരുപാട് ജീവിതത്തിനകത്ത് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങൾക്ക് തുടക്കമാവട്ടെ. അതിനുള്ള ഒരു തുടക്കമായ ദിവസം ഇന്നാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ജീവിതത്തിനകത്ത് വലിയ രീതിയിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ ഇന്നത്തെ ദിവസം മുതൽ തുടക്കമാവട്ടെ ഞാൻ ആശംസിക്കുന്നു. വൺസ് അഗൈൻ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരെയും സക്സസ് ബറി ഗ്ലോബൽ നമ്മുടെ ഹൈ ഫ്ലയേഴ്സ് എന്ന രാവിലത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാൻ പോകുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കകത്ത് വിജയിക്കണമെങ്കിൽ നോളജ്, അറിവ് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവരും അറിവുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പല പല രീതിയിൽ പല പ്രൊഫഷനിനകത്ത് നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പല മേഖലയിലുള്ള എക്സ്പീരിയൻസും അറിവുകളും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ഒക്കെ ഉണ്ടതാണ്. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് ഓൾമോസ്റ്റ് ഒരു 99% ആളുകൾക്കും നിങ്ങളുടെ മുൻപുള്ള എക്സ്പീരിയൻസ് പോരാ. ഈ ബിസിനസ്സിനകത്തുള്ള എക്സ്പീരിയൻസ് നിങ്ങളിൽ 99% ആളുകൾക്കില്ല. അപ്പൊ ആയതുകൊണ്ട് നമ്മളെല്ലാവരെയും ഒരുപോലെ പ്രവർത്തിക്കാൻ ആവശ്യമായ അറിവും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിപ്പിക്കാനും ഒരുപോലെ എല്ലാവരും നമുക്ക് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഉപകാരപ്രദമാവുക. ഇതുപോലുള്ള ഹൈഫ്ലയേഴ്സ് പോലുള്ള പ്രോഗ്രാമുകളാണ് നമ്മളെ ഈ ബിസിനസ്സിനകത്ത് വിജയിപ്പിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുഴുവൻ ടീം മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡേഴ്സിനെയും എല്ലാവരെയും നിങ്ങൾ ഈ ഒരു ഹൈഫ്ലയേഴ്സ് പോലത്തെ പ്രോഗ്രാമിനകത്തേക്ക്, നമ്മുടെ ഈ ക്ലാസ്സിനകത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തിക്കുക. അവരോട് കയറാൻ പറയുക. നിങ്ങളിത് നോക്കുക, ആരൊക്കെയാണോ ഇനി കയറാനുള്ളത് നോക്കുക. അവരുടെയൊക്കെ പെട്ടെന്ന് തന്നെ കയറാൻ പറയുക. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അറിവ് അത്യാവശ്യമാണ്. ഞാനും നിങ്ങളൊക്കെ മുൻപ് പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള അറിവുകളുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ആ അറിവ്, ആ ഒരു നോളജ്, ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ബിസിനസ്സിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്യൂട്ട് ആവില്ല. ചിലപ്പോൾ എനിക്കറിയാൻ പറ്റും, നമ്മുടെ ടീമിനകത്ത് പല ആളുകളും ഈ ബിസിനസ്സിനകത്ത് വരുന്ന സമയത്ത് അവർ പറയാറുണ്ട്, സാർ ഞാൻ 10-50 സ്റ്റാഫുകളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഓണറാണ്, എന്നെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഗൈഡ് ചെയ്യണ്ട, എനിക്ക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, ആളുകളെ ഹാൻഡിൽ ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ ആളുകൾ ഒന്നും തന്നെ ഈ ബിസിനസ്സിനകത്ത് എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, വേഗത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവർ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അവർ ഇത്രയും കാലം വന്ന മേഖലയല്ലല്ലോ ഇത്. ആ മേഖലയിലെ എക്സ്പീരിയൻസും അല്ല ഇതിനകത്ത് വേണ്ടത്. അപ്പൊ ആയതുകൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വിജയിക്കണമെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ കുറെ റൂൾസ് ഉണ്ട്, ഡയറക്ട് സെല്ലിങ്ങിന്റെ കുറെ നിയമങ്ങളുണ്ട്, ഡയറക്ട് സെല്ലിങ്ങിന്റെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ഇൻഡസ്ട്രിയുടെ കുറെ അറിവുകളുണ്ട്. ആ അറിവുകൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഹൈ ഫ്ലയേഴ്സ് പോലുള്ള പ്രോഗ്രാമുകൾക്കകത്ത് നമ്മൾ ടീമിനെ എല്ലാവരും പങ്കെടുപ്പിക്കണം. പലപ്പോഴും ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്നല്ല അർത്ഥം. പല ആളുകളുടെയും തെറ്റായ ധാരണയാണ് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായാൽ ഒരു ടീമായി എന്നുള്ളത്. ഒരു കൂട്ടം ആളുകൾ ശരിക്കും ഒരു ടീമല്ല. ആളുകൾ, ലക്ഷ്യബോധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ശരിക്കും ബാധ്യതയാണെന്നാ പറയുക. അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളാണെങ്കിൽ അത് ബാധ്യതകളാണ്. ആൾക്കൂട്ടം ബാധ്യതയാണ് എന്ന് പറയും, അല്ലെ? എന്നാൽ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിലോ അത് സാധ്യതയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് വിജയിക്കാനുള്ള വലിയ സാധ്യതയാണ്. അപ്പൊ അതുപോലെ എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കാനും ഒരുപോലെ പ്രവർത്തിപ്പിക്കാനും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മാലയിൽ, അതായത് ഒരു നൂലിൽ കോർത്ത മുത്ത് ഒരു മാലയാവുന്ന മോഡല്, ഒരു നൂലിൽ കോർത്ത മുത്ത് പോലെ നമ്മൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെങ്കിൽ ഈ രാവിലത്തെ ഹൈ ഫ്ലയേഴ്സ് മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കണം. ഇന്നത്തെ നല്ല എല്ലാ ദിവസത്തെയും രാവിലത്തെ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കണം. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, നിങ്ങളെ മുഴുവൻ ടീം മെമ്പേഴ്സും പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കയറിയിട്ടില്ലെങ്കിൽ അവരെ കയറാൻ വേണ്ടി എന്ത് ചെയ്യുക, നിർബന്ധിക്കുക. പിന്നെ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കുക. കാരണം ലീഡേഴ്സ് വീഡിയോ ഓണാക്കുമ്പോഴാണ് നിങ്ങൾ ടീമിനകത്തിൽ എല്ലാവരും ഓണാക്കുള്ളൂ. കാരണം എന്താ, നമ്മളാണല്ലോ ടീമിന്റെ റോൾ മോഡൽ. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ ടീമിനകത്തുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ടീമിനകത്തോട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിനാദ്യം തന്നെ എല്ലാവരും പരാജയപ്പെടാൻ കാരണം. നമ്മളെ മനസ്സിനകത്ത് എന്താ, എന്റെ ഓർഗ് 1-ലും ഓർഗ് 2-ലും നമ്മള് പല ക്വാളിറ്റീസ് നമ്മൾ കാണും, അല്ലെ? നമ്മൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും നല്ല സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന,
അല്ലെങ്കിൽ നമ്മളെ ഓർഗോണിലും ഓർഗ ടൂലും ഒക്കെ നല്ല നല്ല ലീഡേഴ്സ് വരണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്, പ്രതീക്ഷിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ചിന്തിക്കുന്ന നമ്മൾ എത്രത്തോളം ഇതിനകത്തൊരു ലീഡറായി എന്ന് ചിന്തിക്കുക. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ ലോകത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആരും ചെയ്യില്ല എന്ന് പറയുക. എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പഴഞ്ചൊല്ലില്ലേ, കള്ളവും അതുപോലെ തന്നെ സത്യവും ഓടാനിറങ്ങി. കള്ളമാണ് ഒരു സത്യത്തിനേക്കാൾ 50 മീറ്റർ മുൻപിൽ ഓടുക. പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ സത്യം തന്നെ എത്തുള്ളൂ. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ടീം ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഓണാക്കി നിങ്ങൾ എല്ലാ ടീം മെമ്പേഴ്സിനോടും കയറാൻ പറയുക. ഓക്കെ, എനിവേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മളെ ഒരു മദർ തെരേസ ഒരു കോട്ടിങ്സ് ഉണ്ട്. അത് തന്നെ നമുക്ക് ഈ നെറ്റ്വർക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇടക്കാലത്ത് ഒരു ബുക്കിനകത്ത് ഞാൻ കേട്ടതാണ്. അതായത് നിങ്ങൾക്കില്ലാത്ത കഴിവുകൾ എനിക്കുണ്ടാവാം, എനിക്കില്ലാത്ത കഴിവുകൾ നിങ്ങൾക്കുണ്ടാവാം. എന്നാൽ നമ്മൾ രണ്ടുപേരുടെയും കഴിവുകൾ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ലോകത്ത് മഹത്തരമായ പലതിനെയും സൃഷ്ടിക്കാം എന്നാണ് മദർ തെരേസയുടെ ഒരു കോട്ടിങ്സ് ഞാൻ വായിച്ചത്. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഒരു, എനിക്ക് എന്റെ മനസ്സിനകത്ത് ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മിക്കുന്ന ഒരു കോട്ടിങ്സ് ആണ്. അതായത് നിങ്ങൾക്കില്ലാത്ത കഴിവുകൾ എനിക്കുണ്ടാവാം, എനിക്കില്ലാത്ത കഴിവുകൾ നിങ്ങൾക്കുണ്ടാവാം. എന്നാൽ നമ്മൾ രണ്ടുപേരുടെയും കഴിവുകൾ ഒന്നിച്ചാൽ ലോകത്ത് മഹത്തരമായ പലതിനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതായത് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ലേ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്, അല്ലേ? ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾക്കില്ലാത്ത, നമ്മൾ ടീമിനകത്ത് ഉള്ള പല ആളുകളുടെയും കഴിവുകൾ നിങ്ങൾക്കില്ല പല കഴിവുകളും നിങ്ങൾ ടീം മെമ്പേഴ്സിനും ഇല്ല. അങ്ങനെ ഒരുപാട് ആളുകളുടെ കഴിവുകൾ ഒരുപോലെ കൂടിച്ചേരുമ്പോൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും, അല്ലെ? ചിന്തിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് പല പല ആളുകളെ സ്റ്റോറികൾ നമ്മൾ കേൾക്കാറില്ലേ? എന്താണ് അവർ ചെയ്യുന്നത്? അവര് പല ആളുകളുടെ സ്റ്റോറി, എഴുതാൻ അറിയാത്തവനോ വായിക്കാൻ അറിയാത്തവനോ ആളുകളോ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടില്ലാത്ത ആളുകളോ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി പരാജയപ്പെട്ട ആളുകളോ, അതല്ലെങ്കിൽ ജീവിതത്തിനകത്ത് പല മേഖലയിലും സക്സസ്ഫുൾ ആവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ച സക്സസ് ആവാത്ത ആളുകളൊക്കെ ഈ ബിസിനസ്സിനകത്ത് വന്ന് വലിയ രീതിയിൽ എന്ത് ചെയ്യേണ്ടത്, വിജയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പ്ലാൻ കൊടുക്കുമ്പോഴൊക്കെ വിജയിച്ച ആളുകളുടെ സ്റ്റോറി പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇന്ന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളുകൾ വിജയിച്ച സ്റ്റോറി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്ലാൻ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഇതിന് സാധിക്കുമോ സാറേ? ഇതൊക്കെ നിങ്ങൾ കള്ളം പറയുന്നതല്ലേ? ഈ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് വേണ്ട ക്വാളിറ്റി വേണ്ട, ക്വാളിഫിക്കേഷൻ വേണ്ട, ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ട എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ബിസിനസ്സിനകത്ത് അതൊന്നും ആവശ്യമില്ല. ഈ ബിസിനസ്സിന്റേതായ ചില രീതികളും ഈ ബിസിനസ്സിന്റേതായ ചില പ്രവർത്തന രീതികളുണ്ട്, ഈ ബിസിനസ്സിന്റേതായ ചില നിയമങ്ങളുണ്ട്. അത് വേണ്ട രീതിയിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ബിസിനസ്സിനകത്ത് വലിയ രീതിയിൽ സക്സസ് ആവാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ സക്സസ് ആവാൻ പറ്റട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിന് നിങ്ങൾ പ്രവർത്തിക്കുക. നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റേതൊരു ബിസിനസ്സിനേക്കാൾ എളുപ്പത്തിലും വളരെ സിമ്പിൾ ആയിട്ടും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇത്, അല്ലെ? നമുക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എന്നെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പേരൊന്ന് പരിചയപ്പെടുത്താൻ, നിഷാന്ത് എന്നാണ്, മഞ്ചേരിയാണ്, സോറി. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളായിരുന്നു. വലിയ സ്ഥാപനങ്ങൾ എനിക്കുണ്ടായിരുന്നു, മഞ്ചേരി, മലപ്പുറം, കോഴിക്കോടൊക്കെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. ശരിയാണ്, ഇൻവെസ്റ്റ്മെന്റുകൾ ഇല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ട്രഡീഷണൽ ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും, പക്ഷേ നമുക്ക് ഏത് ഇൻഡസ്ട്രിയിൽ ഏത് ബിസിനസ്സിനകത്ത് കിട്ടുന്നതിനേക്കാൾ വലിയ അച്ചീവ്മെന്റ്സുകൾ, വലിയ ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് എന്ന് പറയും. പക്ഷെ ഇവിടെ നിങ്ങൾ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തോ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു 30,000, 50,000, 1 lakh, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്, അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, തുടങ്ങാൻ ഇത്രയേറെ എളുപ്പമുള്ള ഒരു ബിസിനസ് വേറെ ഒരു ബിസിനസ്സും ഇല്ല. മറ്റെന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ലൈസൻസുകൾ, ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരിക്കും, അല്ലെ? ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റാഫ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് തുടങ്ങാൻ വലിയ മുതൽ മുടക്കൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് പർച്ചേസ്, ഒരു പർച്ചേസിലൂടെ ഒരു വലിയ ഇൻഡസ്ട്രി തുടങ്ങുകയാണ്. നമ്മൾ
10, 30, 40 വർഷം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏണിങ്സ് ഒക്കെ 5, 6 വർഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി വന്നത് വെറും ഒരു പർച്ചേസിംഗ് ആണ്. പലപ്പോഴും ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പർച്ചേസിംഗ് തന്നെയാണ് ഈ ചെറിയ മുതൽ മുടക്ക്, അതായത് വലിയ മുതൽ മുടക്ക് ഇല്ലാണ്ട് ഒരു പർച്ചേസിംഗിൽ തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഈ ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഇന്ന് ഈ ബിസിനസ്സിനകത്ത് എന്തുകൊണ്ട് ആളുകൾ പരാജയപ്പെടുന്നു നോക്കാം. ഓക്കെ, ഇന്നത്തെ മീറ്റിംഗിനകത്ത് എന്തുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത്, ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു പർച്ചേസിംഗ് കൊണ്ടാണ് തുടങ്ങുന്നത്, ഒരു ബിസിനസ് തുടങ്ങുന്നത്. പലപ്പോഴും എന്ത് ചെയ്യാണ്, അതാണ് പലപ്പോഴും ആളുകളെ ബിസിനസ്സിനകത്ത് പരാജയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെല്ലാം വിജയിക്കാൻ ആവശ്യമായ ക്വാളിറ്റി എന്തെല്ലാം വേണം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ആവേശം തന്നെയാണ്, എക്സൈറ്റ്മെന്റ് ആണ്. ആളി കത്തുന്ന ആവേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സൈറ്റ്മെന്റ് വേണം, എപ്പോഴും എക്സൈറ്റ്മെന്റ് വേണം. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആവേശം, നമ്മൾ എന്ത് വേണം, നല്ല ആവേശഭരിതനായ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ കത്തിയാലേ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൂര്യൻ പ്രകാശിച്ചാൽ മാത്രമേ ഗ്രഹങ്ങൾക്ക് എന്ത് വെളിച്ചം കിട്ടുള്ളൂ, ഗ്രഹങ്ങളും പ്രകാശിക്കുള്ളൂ. അതൊരു സത്യം തന്നെയാണ്. അപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് വേണം, ആവേശം വേണം, എക്സൈറ്റ്മെന്റ് വേണം. ആവേശം സീസണബിൾ ആവരുത്. പലപ്പോഴും പല ആളുകളുടെ ആവേശം സീസണബിൾ ആണ്. സീസണബിൾ എന്ന് പറഞ്ഞാല് ബുധനാഴ്ച വൈകുന്നേരം ബുധനാഴ്ച കഴിഞ്ഞാൽ വ്യാഴാഴ്ച ചില ആൾക്കാരുടെ ആവേശം താഴോട്ടാണ്, ചില ആൾക്കാരുടെ ആവേശം മേലോട്ടാണ്. എന്താ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബുധനാഴ്ചയാണ് നമുക്ക് ഇൻകം വരുന്നത്. അതുപോലെ തന്നെ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ജോയിൻ ചെയ്താൽ ആവേശം, ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തു, നെഗറ്റീവ് വരും. അതോ ഈ ബിസിനസ്സിനകത്ത് അത് പാടില്ല. ഫുൾ ടൈം ഒരേ രീതിയിലുള്ള ആവേശം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം, ആവേശം കൂടിക്കൊണ്ടേയിരിക്കണം. ഈ ബിസിനസ്സിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു വ്യക്തി മൈ ലൈഫ് സ്റ്റൈലിലേക്കല്ല വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളിലേക്കാണ് ഒരു വ്യക്തി വരുന്നത്. ശരിയല്ലേ? പലപ്പോഴും നല്ല കമ്പനിയും നല്ല പ്രോഡക്റ്റും അതുപോലെ തന്നെ നല്ല സർവീസും അതുപോലെ തന്നെ നല്ല ഇൻകം പ്ലാനും നല്ല മാനേജ്മെന്റും അതുപോലെ തന്നെ നല്ല ലീഡേഴ്സും ഒക്കെ നമുക്കുണ്ട്. അത് ശരി തന്നെയാണ്, 100% ശരിയാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളാവുന്ന വ്യക്തി എത്രത്തോളം ആവേശത്തോടെയാണ് ഈ ബിസിനസ്സിനെ ചെയ്യുന്നതും നോക്കിക്കാണുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് നിങ്ങൾ പ്ലാൻ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ആയതുകൊണ്ട് ഒരു വ്യക്തി ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആവേശം തന്നെയാണ്, എക്സൈറ്റ്മെന്റ്. എപ്പോഴും ആവേശം വേണം. ഈ ബിസിനസ്സിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട എപ്പോഴും ആവേശം വേണം. ആവേശമുള്ള വ്യക്തിക്ക് ബിസിനസ്സിൽ എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആവേശം ഓടിച്ച് പറഞ്ഞാണ്. ശരിക്കും എക്സൈറ്റ്മെന്റിനെ കുറിച്ച് തന്നെ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 1-2 ദിവസം സംസാരിക്കാനുള്ള വിഷയം എക്സൈറ്റ്മെന്റ് തന്നെയുണ്ട്. പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് എന്ത് ചെയ്യാണ് നമ്മള് ആ വിഷയം, ഫസ്റ്റിലെ വിഷയം ആവേശമാണ്. നിങ്ങൾ എഴുതി വെക്കുക ആവേശം. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എപ്പോഴും ആവേശമുള്ള വ്യക്തിയാണോ? ബിസിനസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞാലും ബിസിനസ് കൂടിയാലും, പുറത്ത് നെഗറ്റീവ് കേട്ടാലും നെഗറ്റീവ് കേട്ടിട്ടില്ലെങ്കിലും, ടീമിനകത്തുള്ള ഞാൻ പറഞ്ഞത് കേട്ടാലും ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിലും, നമ്മൾ ആവേശമുള്ള വ്യക്തിയാണോ നോക്കുക. നമ്മൾ ആവേശമുള്ള വ്യക്തിയാവണമെങ്കിൽ നമ്മൾ ടീമിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തി നമ്മളായിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു ഓർഡർ ഇടുന്ന വ്യക്തി, ആജ്ഞാപിക്കുന്ന വ്യക്തിയാവരുത്, ഓർഡർ ഇടുന്ന വ്യക്തിയാവരുത്. ടീമിനെ പ്രവൃത്തി കൊണ്ട്, വർക്ക് കൊണ്ട് മാതൃകയാവുന്ന ഒരു ലീഡറായിട്ട് മാറാം. നിങ്ങളെ വർക്ക് തന്നെയാണ് നിങ്ങളുടെ ടീമിനുള്ള മെസ്സേജ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആവേശഭരിതരായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബിസിനസ് ചെയ്യുക. അതാണ് ഫസ്റ്റിലെ പോയിന്റ്, എക്സൈറ്റ്മെന്റ്. ഫുൾ ടൈം ആവേശം വേണം. എനിക്കറിയാൻ പറ്റും ചില ലീഡേഴ്സ് ഒക്കെ ബുധനാഴ്ച 7 മണിക്ക് ഒരു 7 ആകുമ്പോ ചില ലീഡേഴ്സ് ഫോൺ എടുക്കുമ്പോ ഹലോ എന്നൊക്കെ പറയുമ്പോ ഹലോ എന്ന് കേൾക്കുമ്പോ ഇൻകത്തിന്റെ എത്രത്തോളം ഇൻകം വന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ആവേശം നമ്മുടെ ഡിഫറെന്റ് ആണ്. ഇൻകം കുറയുണ്ടെങ്കിൽ ആവേശമില്ല, ഇൻകം കൂടിയാൽ ഭയങ്കര ആവേശം. അത് പാടില്ല. നിങ്ങൾ എന്ത് വേണം, ആവേശം വേണം. അതായത് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സക്സസ് ഉണ്ട്, സക്സസ് ഉണ്ടെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ എക്സൈറ്റ്മെന്റ് വേണം, എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സക്സസ് ഉണ്ടാവും. സക്സസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് കണക്റ്റഡ് ആവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആവേശത്തോടുകൂടി നിങ്ങൾ ബിസിനസ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾക്ക് ഒരു സർവീസ് മൈൻഡ് വേണം. എന്താ സർവീസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു സർവീസ് മൈൻഡ് വേണം. ലോകത്തെല്ലാ ബിസിനസ്സും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പ്രോഡക്റ്റും എല്ലാം ഉണ്ടെങ്കിലും സർവീസ് മൈൻഡ് ഇല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല. സർവീസ് മൈൻഡ് വേണം. അതായത് സബ്മിസീവ് ആവുക എന്ന് പറയുന്നത് 3 പവേഴ്സിനകത്തുള്ള ഒന്നാമത്തെ കാര്യമാണ് സബ്മിസീവ് ആവുക എന്ന് പറയും. അതൊരു സർവീസ് മൈൻഡ് തന്നെയാണ്.
അല്ലെ? അതായത് 3 നെവേഴ്സിന്റെ മാതിരി തന്നെ 3 പവേഴ്സ് ഉണ്ടല്ലോ. അതായത് പവർ ഓഫ് സബ്മിസീവ്, പവർ ഓഫ് യൂണിറ്റി, പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്. ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഘടക. അതിനകത്തുള്ള പവർ ഓഫ് സബ്മിസീവ് എന്ന് മാതിരി തന്നെയാണ് നമുക്ക് എന്ത് വേണം, സബ്മിസീവ് ആവുക. അതിനോട് റിലേറ്റഡ് ആണ് എന്ത് ചെയ്യാണ് നമ്മളെ സർവീസ് മൈൻഡ് ഉണ്ടാവണം. സർവീസ് മൈൻഡ് എന്താ, ടീമിന് ഒരു നല്ല ഒരു സർവീസ് പോയിന്റ് ആയിരിക്കണം. നിങ്ങൾ ഒരു സർവീസ് പോയിന്റ് ആയിരിക്കണം. നമ്മൾ ടീമിന് എന്ത് കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ നിങ്ങൾ തരണം. ആ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് സർവീസ് ആണ്. എപ്പോ വിളിച്ചാൽ നിങ്ങൾ ഫോൺ കിട്ടണം. പലപ്പോഴും ലീഡേഴ്സിന്റെ പ്രത്യേകത വിളിച്ചാൽ കിട്ടുന്നില്ല. ചില ഡൗൺലൈൻസ് ഞാൻ പറയുന്നില്ല, നമ്മളെ പാർട്ട്നേഴ്സ് പലപ്പോഴും നമ്മളെ പാർട്ട്നേഴ്സ് പറയും, സാറേ വിളിച്ചാൽ കിട്ടുന്നില്ല. ശരി, ഒരു വല്ല മീറ്റിങ്ങിലോ കാര്യങ്ങൾക്കോ ആണെങ്കിൽ വിളിച്ചാൽ കിട്ടില്ലായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ വിളിക്കാലോ. അപ്പൊ എന്ത് വേണം, നമ്മള് ഒരു സർവീസ് മൈൻഡ് ആയിരിക്കണം. നമ്മളെ ടീമിനെ സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എന്നെ കുറിച്ച് എന്താ എന്റെ ടീം വിചാരിക്കുക, ഞാൻ ഇത്രയും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ടീമിന് ഏബിൾ ആണോ, ടീമില് നല്ല രീതിയിൽ ആവുന്നുണ്ടോ, ടീമിന് എല്ലാ സർവീസും ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ആ ടീമിനകത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് ഓടിച്ചു കാണും. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതുപോലെ തന്നെ അവർ വിജയിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സർവീസ്, നല്ല സർവീസ് ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു ബിസിനസ് വിജയിക്കുള്ളൂ. ഒരു ഹോട്ടലിൽ കയറിയാൽ നല്ല സർവീസ് വേണം. നല്ല ഫുഡ് ഉണ്ട്, സർവീസ് മോശമാണെങ്കിൽ നമ്മൾ ആ ഹോട്ടലിൽ കയറില്ല. നമ്മൾ ടെക്സ്റ്റൈൽസ് കയറി, നല്ല ഡ്രസ് ഉണ്ട്, സർവീസ് മോശമാണെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ടെക്സ്റ്റൈൽസിൽ കയറില്ല, അല്ലെങ്കിൽ വീണ്ടും കയറില്ല. എന്ത് കാര്യങ്ങളും ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എയർടെല്ലോ ഓരോരോ ഇന്നത്തെ കോർപ്പറേറ്റ് കമ്പനികൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും കാര്യമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടത്തിയാൽ മതി. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ചിന്തിച്ചു, മെസ്സേജ് ആയിട്ടും കോളുകളായിട്ടും പിന്നെ നിങ്ങൾ പുറകെ ഉണ്ടാവും. അതൊരു സർവീസ് ആണ്. യെസ്. അപ്പൊ നല്ല ഒരു സർവീസ് മൈൻഡ് നിങ്ങൾക്ക് വേണം. രണ്ടാമത്, ആജ്ഞാപിക്കുന്നത് വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആളുകളോട് സംസാരിക്കുക. പലപ്പോഴും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ലീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ഇടാനുള്ള ഒരു ലൈസൻസ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഓരോ റാങ്ക് നിങ്ങൾ ചെയ്യുമ്പോഴും കമ്പനി എന്താ പറഞ്ഞില്ലേ, ഓരോ റാങ്ക് ചെല്ലുമ്പോഴും നിങ്ങൾ നല്ല കോർഡിനേറ്റർ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക, ലീഡർ ടീമിനെ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ പഠിപ്പിക്കാൻ നടക്കരുത്. അത് വലിയതാണ്. കാരണം അവരുടെ ഉള്ളിൽ എന്ത് ഒരു ചോദ്യം ഉണ്ടാവും, പിന്നെ സാർ അതിൽ ചെയ്യേ, പക്ഷെ നമ്മൾ പറയില്ല. ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല സർവീസ് മൈൻഡ് വേണം. വിളിച്ചാൽ കിട്ടണം. അതുപോലെ തന്നെ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ റാങ്ക് ബേസ് ചെയ്ത് നിങ്ങളെ വർക്കിനെ നിങ്ങൾ തരംതിരിക്കരുത്. റാങ്ക് ബേസ് ചെയ്ത് ഞാൻ ഈ റാങ്ക് അല്ലേ, ഞാൻ TC അല്ലേ, ഞാൻ ATC അല്ലേ, നിങ്ങൾ എന്തേ പറഞ്ഞു, ഞാനൊക്കെ ആളെ വിളിക്കുകയെ. അപ്പൊ ചില ആൾക്കാർ പറയും, സാറേ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒരാളുടെ ലൈവ് അല്ല, ആളൊന്ന് വിളിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നിങ്ങൾ ഞാൻ STC അല്ലേ, ഞാൻ നിങ്ങളുടെ ഉദ്ദേശം അല്ല പറഞ്ഞിട്ടോ, ഞാൻ പൊതുവെ പറയാണ്, ഞാൻ STC അല്ലേ, ഞാൻ എങ്ങനെ വിളിക്കുവോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ് NTC അല്ലേ, RTC അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ZTC DTC, അങ്ങനെ നിങ്ങൾ റാങ്കിനെ മാറ്റി വെക്കുക. നമ്മൾ എപ്പോഴും ചെയ്യണം. ഞാനും നമ്മളെ അൽത്താഫ് ജിയൊക്കെ ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ റാങ്കിനെ മാറ്റി വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന ചിന്ത വർക്ക് ടീമിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് നമ്മളായി മാറുക. നമ്മളുടെ എഡിഫിക്കേഷൻ, നമ്മൾക്ക് വേണ്ട എഡിഫിക്കേഷൻ ബൈ വർക്ക് നമുക്ക് വന്നോളൂ. നമ്മുടെ ആക്ടിവിറ്റി തന്നെയാണ് നമ്മളെ എഡിഫൈ ചെയ്യണത്. അല്ലാണ്ട് നമ്മൾക്ക് ടീമിനകത്ത് കുറെ എഡിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മള് ആക്ടിവിറ്റി നന്നായാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ടീമിനെ സ്നേഹിക്കുക, സർവീസ് ചെയ്യുക, ടീമിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. നിങ്ങളെ ടീമിനകത്ത് പല ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വ്യക്തിയെ ആ വ്യക്തിയെ അല്ല നിങ്ങൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചെയ്യേണ്ടത്, അവരിനകത്തുള്ള ചില സ്വഭാവങ്ങളെയാണ്. ആ സ്വഭാവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റാൻ വേണ്ടി സംസാരിക്കുക. ഒന്നിൽ കൂടുതൽ തവണ സംസാരിക്കേണ്ടി വരും. കാരണം 10, 50, 30 വർഷമുള്ള ആൾക്കാരല്ലേ. ഇത് 30, 40 വർഷം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്വഭാവം 3, 4 മാസം കൊണ്ട് മാറ്റണം നടക്കൂലല്ലോ. ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല സർവീസ് കൊടുക്കുക. നല്ല സർവീസ് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ്, പഠിക്കാനും മാറാനും തയ്യാറാവുക. ചില ആൾക്കാരുടെ പ്രത്യേകം എന്താ അറിയോ, പഠിക്കൂല, പഠിപ്പിക്കാൻ നടക്കുക. ലേൺ ഡു ടീച്ചിനകത്ത് ലേണിംഗ് ഇല്ല, ചെയ്യൂല, ടീച്ച് ചെയ്യാൻ നടക്കും ചില ആൾക്കാര്. പഠിക്കില്ല, പഠിപ്പിക്കാൻ നടക്കും. അത് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോ നമ്മുടെ ഗാന്ധിജി, ഈ നെറ്റ്വർക്ക് ഏറ്റവും നല്ല നമുക്കൊരു മാതൃകയാണ് നമ്മുടെ ഗാന്ധിജി. അദ്ദേഹം എന്താ പറഞ്ഞത്, എന്റെ ജീവിതം തന്നെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലെ ആവാൻ വേണ്ടി ടീം കൊതിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സച്ചിൻ ടെണ്ടുൽക്കർ, ഒരു ക്രിക്കറ്റർ പറയും,
സച്ചിൻ ടെണ്ടുൽക്കർ മാതിരി ആവണമെന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്യാ, പഠിപ്പിക്കാൻ നടന്നിട്ടല്ല, അദ്ദേഹം ചെയ്തുകൊണ്ടാ. ശരിയാണോ അല്ല? മെസ്സി, പല ആൾക്കാരും പറയും എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ആവണം, മെസ്സി ആണെന്നൊക്കെ പറയും. ഞാൻ മെസ്സി എന്ന് പറയും, എന്റെ ആരാധകനാണ്. ഇനി ക്രിസ്ത്യാനോ ആണോ, നിങ്ങൾ ക്രിസ്ത്യാനോ പറഞ്ഞാലും കുഴപ്പമില്ല. പലപ്പോഴും എന്ത് ചെയ്യാണ് അവര്, ആക്ച്വലി എന്താ ചെയ്യണത്, അവര് പഠിപ്പിക്കാൻ നടക്കില്ല, അവരെ പ്രവർത്തന മേഖലയിൽ പെർഫോമർ ആവുകയാണ്. യെസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുടെ ചെയ്യുന്നത് ടീമിന്റെ റോൾ മോഡൽ ആവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ടീം പഠിക്കാൻ തുടങ്ങും. നമ്മൾ പഠിക്കാതെ ഒരു കാരണവശാലും പഠിപ്പിക്കാൻ നടക്കരുത്. പഠിപ്പിക്കാൻ നടക്കുന്ന ഇറിറ്റേഷൻ ഉണ്ടാവും ടീമിനകത്ത്. പഠിപ്പിക്കാൻ നടക്കുന്നത് ടീമിനകത്ത് നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് ദേഷ്യം ഉണ്ടാക്കിയെടുക്കും. ശരിയല്ലേ? ഉപദേശിക്കാം, പക്ഷെ എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ, അതും ശരിയാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മാറാൻ തയ്യാറല്ലാത്ത വ്യക്തിക്ക് മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. മാറാൻ തയ്യാറല്ലാത്ത വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇഫ് യു വാണ്ട് ചേഞ്ച് ഫസ്റ്റ് യു ചേഞ്ച് എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് മാറ്റം വേണോ, നിങ്ങൾ ആദ്യം മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാറാൻ തയ്യാറാവുക, ഒപ്പം പഠിക്കാനും തയ്യാറാവുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ ഒന്നും അല്ല പഠിക്കാൻ പറഞ്ഞത്. ഈ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആവണം ഈ ബിസിനസിനകത്ത്. ഡിസിപ്ലിൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആദ്യം മനസ്സിലാക്കുക ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ. അസംബ്ലിക്ക് നമ്മൾ ഡിസിപ്ലിൻ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ഡിസിപ്ലിൻ അല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഡിസിപ്ലിൻ വലിയ ഘടക. സമയം 8 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7:50 എത്തുക, നേരത്തെ എത്തുക. അത് ഡിസിപ്ലിൻ ഏറ്റവും പ്രധാന ഘടക. ഒരു വ്യക്തി ജീവിതത്തിനകത്ത് വിജയിക്കണമെങ്കിൽ പങ്ക്ച്വാലിറ്റി ഏറ്റവും വലുതാണ്. പങ്ക്ച്വാലിറ്റി ഇല്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. 100% നിങ്ങൾ എഴുതി വെച്ചോ, 100% എഴുതി വെച്ചോ. എത്ര വലിയ കഴിവുള്ള വ്യക്തിയാണെങ്കിലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ് പങ്ക്ച്വാലിറ്റി. സമയം എന്ന് പറയും. നമ്മൾ 8 മണിക്ക് മീറ്റിംഗ് ആണെങ്കിൽ 7:50 എത്തുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മലപ്പുറം GTS, നമ്മളെല്ലാം സക്സസ് അവിടെയാണ് കിടക്കുന്നത്, മലപ്പുറം GTSനകത്ത്. ഇതിനകത്ത് എത്ര പേര് നേരത്തെ വരുന്നുണ്ട്? നിങ്ങൾ 3 മണിക്ക് മീറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ 2:30, എനിക്ക് തോന്നുന്നു ആ മീറ്റിംഗ് സെന്ററിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തികളിൽ ഒന്ന് ഞാനും അൽത്താഫ് സാറും തന്നെയാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ ചില ലീഡേഴ്സ് ഉണ്ടാവാം, പക്ഷെ ഞാൻ നേരത്തെ എത്തും. എന്നാൽ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഏറ്റവും അവസാനം പോണത് നമ്മളൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട്? വേറെ ലീഡേഴ്സ് വരുന്നുണ്ട്, എല്ലാവരും കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ചിന്തിക്കുക. കാരണം എന്താ? ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട ഘടകം പങ്ക്ച്വാലിറ്റിയാണ്. നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടീമിനകത്തുള്ള പല ആളുകൾക്കും നേരത്തെ വരാൻ തോന്നും. നമ്മൾ ഈ ബിസിനസ്സിനെ വിജയിക്കണേ എന്താ? സിമ്പിൾ തിയറിയാണ്. എന്താ വേണ്ടത്? അവർക്കും ഈ ബിസിനസ്സിനെ വിജയിക്കാൻ ആവശ്യമായ ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ വിജയിക്കാൻ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ടൈമിംഗ്, പങ്ക്ച്വാലിറ്റി. അപ്പൊ നമ്മൾ അത് കാണിച്ചു കൊടുത്താൽ നമ്മളെ കൂടെയുള്ള ആൾക്കാരും എന്ത് ചെയ്യും? അതുപോലെ ചെയ്യും. ശരിയല്ലേ? അപ്പൊ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നടക്കരുത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിസിപ്ലിൻഡ് ആയിരിക്കുക എല്ലാ കാര്യങ്ങളും. അതായത് നമ്മള് നേരത്തെ എത്തുക. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ, നിങ്ങളെ കൂടെ 10 പേരുണ്ടെങ്കിൽ അവർ 10 സമയത്താ വരുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിസിപ്ലിൻ ടീമാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. നേരത്തെ എത്തുക. അതുപോലെ തന്നെ ടീമിനകത്ത് ഇപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യമാണെങ്കിലും ബില്ല് കൊടുത്ത് ഇതാണ് നിങ്ങളെ പ്രൊഡക്റ്റ് കേട്ടോ, ഇത്രയും സാധനങ്ങൾ നിങ്ങളെ സാധനങ്ങളാണ്, എല്ലാ സാധനവും നമ്മൾ ഡിസിപ്ലിൻ ആവും ട്രാൻസ്പെറന്റ് ആയിട്ടും ചെയ്യുക. ഒരു ബില്ല് ഒരാളിപ്പോ ഒരു 30,000 50,000 എത്ര തന്നു, അവരെന്ത് ചെയ്യുക? നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ സാറേ ഇതാണ് നിങ്ങളുടെ ബില്ല്, ഇതാണ് നിങ്ങളുടെ ID നമ്പർ, ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഇത് നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക, റീഗയിൽ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യണം. റീഗയാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്, റീഗയിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തു നോക്കി കൊടുക്കുക. ഇതാ നിങ്ങൾക്ക് 6 വേസ്റ്റ്, 2 കഫ്ലില്, 3 വെൽഹാർട്ട്, 4 കവചപ്രാഷ്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ 4 എണ്ണം. ഇങ്ങനെ ഇതൊക്കെയാണ് സാറ് ബില്ല്. ഒക്കെ ആണല്ലോ? റെഡിയല്ലേ? സാറിന് ഒരു 11 രൂപ സാറിന് ഇതിനകത്ത് സാറിന് അങ്ങോട്ട് തരാനുണ്ട്. ഓക്കെ, എന്നാ അതാ സാർ 11 രൂപ. അല്ലെങ്കിൽ സാറ് ഒരു 11 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. ഓക്കെ, ഇതാ 11 രൂപ ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടീമിനെ വളർത്തിയെടുക്കണം. ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല?
ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. അതുപോലത്തെ മറ്റൊരു പോയിന്റ് ആണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് 3 നെവേഴ്സ് നമ്മൾ പറയൂലേ, 3 നെവേഴ്സ് പറയും. മറ്റൊരാളുടെ പണം, അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാണ്, നമ്മളുടെ ഫാമിലി മെസ്സപ്പ് ചെയ്യരുത്, അതുപോലെ തന്നെ ക്രോസ് ലൈൻ പാടില്ല, ഇതൊക്കെ പറയും. ഇത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ ബിസിനസ്സിന്. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ പോലും ഞാൻ ഓടിച്ചു പോവാണ്. 3 നെവേഴ്സ്, ഈ 3 നെവേഴ്സിനകത്ത് എല്ലാം പ്രധാനപ്പെട്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ക്രോസ് ലൈൻ. നമ്മൾ മലപ്പുറം GTSനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, മലപ്പുറം GTSനകത്ത് നമ്മൾ വരുമ്പോ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ലൈൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പല ആൾക്കാരും ശ്രമിക്കും. അതൊരു കാരണവശാലും ഉണ്ടാവരുത്. നമ്മളന്ന് പല ടീമുകളും പല സ്ഥലത്തുനിന്ന് വരും. അവരവരുടേതായ രീതിയിലാണ് ബിസിനസ് ചെയ്യുക, അവരവരുടേതായ രീതിയിൽ സംസാരിക്കുന്നു, അവരവരുടേതായ രീതിയിൽ അവർ അച്ചീവ്മെന്റ്സുകൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടീമിനെ നമ്മളെ ടീമിനെ ഡൗൺലൈൻ, നമ്മളെ കൂടെ വന്ന ആൾക്കാരെ ക്രോസ് ലൈൻ ലീഡേഴ്സ് ആയിട്ട് എന്ത് ചെയ്ത് എഡിഫൈ ചെയ്യരുത്. നമ്മളെ ലീഡേഴ്സിനെ എഡിഫൈ ചെയ്ത് നമ്മളെ ലീഡേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. മീറ്റിംഗ് കഴിയുന്നതോടുകൂടി ചില ആൾക്കാരൊക്കെ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി ക്രോസ് ലൈൻ ലീഡേഴ്സിന്റെ അടുത്തേക്ക് ഓടുകയാണ് ടീമിനെയും കൊണ്ട്. എന്തിന്? അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം അവര് പറയുന്ന എന്തെങ്കിലും ചില പോയിന്റുകളോ അവർ പറയുന്ന ചില രീതികളോ ചിലപ്പോൾ നമ്മളെ സിസ്റ്റമായിട്ട് ബന്ധപ്പെടാത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. എന്തിനാ നമ്മൾ പിന്നെ അവരായിട്ട് കണക്ട് ചെയ്യുന്നത്? അത് ചെയ്യരുത്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമുക്ക് ഒരു പ്രൂവൺ സിസ്റ്റം ഉണ്ട്. സക്സസ്ഫുൾ ഗ്ലോബൽ നമുക്ക് പ്രൂവൺ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമുക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു തരുന്നു. അപ്പൊ ഏറ്റവും ഇനി അടുത്ത വരാൻ പോകുന്നതാണ് 7-ാം തീയതി, ഇനി ഈ വരുന്ന 7-ാം തീയതി മലപ്പുറത്ത് ബെറിസ്റ്റാറിന്റെ ഒരു അടിപൊളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മനോജ് സാറ് ഇത്രയും കാലം ചെയ്യാത്ത ഒരു സാധനം വരാൻ പോകുന്നത്. മനോജ് സാറുടെ അടിപൊളി സെഷനാണ് വരാൻ പോകുന്നത്. കാരണം അതിന്റെ ചില കാര്യങ്ങൾ ഞാനും അൽത്താഫ് സാറായിട്ടൊക്കെ മനോജ് സാറ് ഷെയർ ചെയ്തു. അൽത്താഫ് ജിയായിട്ടും ഞങ്ങള് കോൺഫറൻസ് വന്ന സമയത്ത് ഷെയർ ചെയ്തു. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത് ഇത്രയും കാലം കാണാത്ത ഒരു ട്രെയിനിങ് ആണ് ബെറിസ്റ്റാർ ആൻഡ് എബോ ആളുകൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ബെറിസ്റ്റാർ ആവാൻ ഇനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബെറിസ്റ്റാർ ആവുക. ബെറിസ്റ്റാർ ആൻഡ് എബോ ലീഡേഴ്സ് മാത്രമേ അതിലേക്ക് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. അപ്പൊ അത്രയും ഒരു എക്സ്ക്ലൂസീവ് ആയ സെഷനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും ക്രോസ് ലൈൻ റിലേഷൻഷിപ്പ് നമ്മൾക്കകത്തും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ GTSന് വരുമ്പോ ശ്രദ്ധിക്കുക, GTSന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ 3 നെവേഴ്സ് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് 3 പവേഴ്സ് ഉണ്ട്. പവർ ഓഫ് സ്പോക്കൺ വേർഡ്, പവർ ഓഫ് യൂണിറ്റി, പവർ ഓഫ് സബ്മിഷൻ. ഈ 3 കാര്യങ്ങളും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്നാൽ പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ് ആണ് എന്താ, നമ്മുടെ സംസാരം ടീമായാലും പുറത്തായാലും നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ അയാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാക്കുകൾ സൂക്ഷിക്കുക. കാരണം ഒരു സിനിമയില് മോഹൻലാൽ പറയുന്നില്ലേ, വാവിട്ട വാക്കും കൈവിട്ടായതും രണ്ടും തിരിച്ചെടുക്കാനാവില്ല എന്നല്ലേ. ആ സിനിമയിലെ ഡയലോഗാണ്. ഞാൻ ഡയലോഗ് കാണാൻ വേണ്ടി സിനിമ കാണണ്ട. ആ സിനിമക്കകത്ത് പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളുടെ വാക്കുകളും നമ്മളുടെ സംസാരങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത്. കാരണം എന്താ, ആരുടെ കൂടെയാണോ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അയാളെ നിങ്ങൾ കാണുന്ന സ്വഭാവത്തിനകത്ത് പ്രധാനപ്പെട്ട സ്വഭാവം എന്താ, അയാളുടെ സംസാര രീതിയല്ലേ. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്. നിങ്ങൾ നല്ല രീതിയിൽ നല്ല ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അവരുടെ പ്രോബ്ലംസിനെ കേൾക്കാൻ തയ്യാറാവുക, അതിന് സൊല്യൂഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുക, ആജ്ഞാപിക്കാനും കാര്യങ്ങൾക്ക് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സംസാരത്തിനകത്ത് ധാർഷ്ട്യം, ദേഷ്യം, പക ഇതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഇല്ലാതിരിക്കുക. മനസ്സിനും സംസാരത്തില്ലാതിരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്, സംസാരത്തിൽ സംസാരിക്കുക. രണ്ടാമത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുടെ വലിപ്പം, അതും വലിയ ഘടകം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തർക്കിക്കാനും നിൽക്കാതിരിക്കുക, അത് വിടുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കുള്ള എത്ര വാല്യൂബിൾ ആയ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ നോക്കുക. പവർ ഓഫ് സ്പോക്കൺ വേർഡ്സ്. അതുപോലെ തന്നെ പവർ ഓഫ് യൂണിറ്റി, ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കുക. എല്ലാവരും യൂണിറ്റ്, പരസ്പരം. നിങ്ങൾ 2 രീതിയിൽ ആളുകൾ ഒരു കാര്യത്തിനെ എടുക്കും. 2 രീതിയിൽ. എന്താണ്, മറ്റൊരാളുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ നടക്കും ചില ആൾക്കാർ. ഒരു ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ് അയാളിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ആ കുറ്റത്തെ എഡിഫൈ ചെയ്തുകൊണ്ടേ അതിന് സംസാരിച്ചുകൊണ്ടേക്കും. എന്നാൽ ഈ ലോകത്ത് ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇല്ലാത്ത ദൈവമാണ്, അല്ലേ? നമുക്കുണ്ടാവാം. പക്ഷെ കുറ്റങ്ങളും കുറവുകളെ മാത്രം കണ്ടുപിടിച്ച് അത് ഹൈലൈറ്റ് ചെയ്യാതെ അയാളുടെ നല്ല കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ, നല്ല കാര്യങ്ങളെ എഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടാവും. യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ മസ്റ്റ് ആണ്. അതുപോലെ തന്നെ പവർ ഓഫ് യൂണിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പവർ ഓഫ് യൂണിറ്റി ഈ ബിസിനസ്സിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ
പറ്റാത്തൊരു വ്യക്തിക്ക് ഒരു ടീമിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇങ്ങനെ നടക്കൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വിജയിക്കില്ല. ചില ആൾക്കാരൊക്കെ അല്ലേ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ, ഞാൻ പറയേണ്ട കാര്യം അപ്പോൾ പറയും, പിന്നെ എന്റെ മനസ്സിലത്തെ ഒന്നുമില്ല. ഈ കേൾക്കേണ്ട വ്യക്തി ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്താവും നിങ്ങൾക്ക് പണിയിട്ടുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ചില ആൾക്കാർ അങ്ങനെ സ്വഭാവം ഉണ്ട്. ബിസിനസ്സുകാരൻ ആ സ്വഭാവം തീരെ പറ്റില്ല. എന്താണ് സ്ട്രൈറ്റ് ഫോർവേഡ്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞേക്കാം ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, എനിക്ക് പറയേണ്ട കാര്യം ഞാൻ അപ്പം പറയും, ഇന്ന് എന്റെ മനസ്സിനകത്ത് ഒന്നുമില്ല. പിന്നെ മനസ്സിനകത്ത് എന്തുണ്ടായിട്ടെന്ന കാര്യം പറയേണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ഞാൻ ചില സ്വഭാവങ്ങൾ പറയാണ്. ചില ആളുകളുണ്ട്, ഇപ്പൊ ഒരു മീറ്റിംഗ് ഒരു വർക്കിന് പോവാണ്, എന്തോ കാരണവശാൽ, ഇപ്പൊ നമ്മൾ പറയില്ലേ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞ മാതിരി, തന്റേതല്ലാത്ത കാരണത്താൽ ചിലപ്പോ എന്ത് ചെയ്യാ, വണ്ടി എവിടെയും ജാമാവേ ബ്ലോക്ക് ആവേ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ചിലപ്പോ ഒരു 5 മിനിറ്റ് വൈകി ഉണ്ടാവും ഒരു വർക്കിന് പോവാൻ. വരുന്ന സമയത്തിന് ടക്കട്ടക്കട്ടക്കട്ടാച്ചങ്ങ് ഫയർ ചെയ്യും. നേരത്തെ വരണ്ടേ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ സമയം കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും. ഫയർ ചെയ്തിട്ട് ആ സിറ്റുവേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഔട്ട് കംപ്ലീറ്റ്ലി, ജഗതി പറഞ്ഞ ഒരു ഔട്ട് കംപ്ലീറ്റ്, ആ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് എന്ത് കഴിഞ്ഞു. പിന്നീട് വർക്കിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇതുണ്ടാകും. നേരെ മറിച്ച് ആ പറയാൻ ആവശ്യമായ സമയം നമുക്ക് വരും. വർക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വർക്കിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ പറയാം, ഇന്ന് ചെയ്ത് ശരിയായില്ല, നേരത്തെ വരണമായിരുന്നു, ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിക്കുന്നു, അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വർക്ക് അയാളുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉപയോഗിക്കാനും സാധിക്കും, ഒപ്പം എന്ത് ചെയ്യാനും നന്നാക്കാനും സാധിക്കും. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അതൊക്കെ യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റി. രണ്ടാമത് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് സർവീസ് നമുക്ക്, നിങ്ങൾ എന്ന് തൊട്ടിരിക്കുക, ഞാൻ ടീമിനകത്ത് എന്ത് ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. അതായത് ഞാൻ ടീമിന് എന്തൊക്കെ ചെയ്തു, ഞാൻ ടീമിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ചെയ്യാനുണ്ട്, പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ടീം ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്റെ പ്രവൃത്തി ടീമിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളെ പ്രവൃത്തി നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങളെ പ്രവൃത്തി ഓരോന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, മറ്റുള്ളവരിൽ കാണുന്നതിന്റെ 80% നിങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, പവർ ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. യൂണിറ്റി, പവർ ഓഫ് യൂണിറ്റി, ഒരു ടീമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ യൂണിറ്റി നഷ്ടപ്പെടുന്ന പ്രവൃത്തി ആരെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ലീഡറായിട്ട് സംസാരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങൾ ഉള്ളിലൊരു യൂണിറ്റ് ഉണ്ടാക്കാതിരിക്കുക. പലപ്പോഴും മാനേജ്മെന്റിനകത്ത് ഒരു മനുഷ്യന്മാർ ഒന്നിച്ചുള്ള രാഷ്ട്രീയമായാലും ഡയറക്ട് സെല്ലിംഗ് ആയാലും ഒക്കെ സംഭവിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ ഒരു ഉള്ളിലൊരു യൂണിറ്റി ഉണ്ടാവും. ചില കാര്യങ്ങൾക്കകത്ത്, ചില ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾക്കകത്ത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ നടത്താനുണ്ട്, ഞാനത് നേരിട്ട് മനോജ് സാറോട് ഞാൻ പറയും. എന്നാൽ അത് പറയാ, ക്ലിയർ ചെയ്യുക. അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാം, എന്റെ അപ്പുറം കുറച്ച് ലീഡേഴ്സിനോട്, കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവരെയൊക്കെ എന്ത് ചെയ്യാണ്, അവരെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കി ഞാൻ അവരൊക്കെ ഒരു യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് വേണം, ഒരു യൂണിറ്റി ഉണ്ടാവും. പവർ ഓഫ് യൂണിറ്റി ടീമിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പൊ യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ്, അടുത്തതാണ് പവർ ഓഫ് സബ്മിഷൻ. പവർ ഓഫ് സബ്മിഷൻ, സബ്മിസീവ് ആവുക, സിസ്റ്റത്തിൽ സബ്മിസീവ് ആവുക, ലീഡറിൽ സബ്മിസീവ് ആവുക. സബ്മിസീവ് ആവാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു കാരണവശാലും വിജയിക്കാൻ സാധിക്കില്ല. സബ്മിസീവ് ആവുക, കറ കളഞ്ഞ് സബ്മിസീവ്, അടിയറവ് പറയുക. സബ്മിസീവ് ആവുക എന്ന് പറഞ്ഞാൽ അടിയറവ് പറയുക. നിങ്ങളെ ലീഡർ ചിലപ്പോ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസം കൂടിയ ആളായിരിക്കാം, ഒരു സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആണായിരിക്കാം, പെണ്ണായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പവർ ഓഫ് സബ്മിഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചിലപ്പോ നിങ്ങളൊരു ഡോക്ടർ ആവാം, നിങ്ങൾ അപ്ലൈ ഒരു ഡോക്ടർ ആവാതിരിക്കാം. നിങ്ങൾ 4ാം ക്ലാസ്സുകാരനാവും, നിങ്ങൾ അപ്ലൈ ഡോക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലൈൻ, നിങ്ങൾ എന്തോ ആവട്ടെ, ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസിൽ ഒരാളായിരിക്കാം, ചിലപ്പോൾ കോടീശ്വരനായിരിക്കാം, 1 രൂപ ഇല്ലാത്തതായിരിക്കാം, ആരോ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം, ലീഡറിൽ, സിസ്റ്റത്തിനകത്തുള്ള കേട്ടോ, സിസ്റ്റം മുറുകെ പിടിച്ച് ചെയ്യുന്ന ഒരു നല്ല അപ്ലൈൻ ആവണം. ആ അപ്ലൈനിൽ നിങ്ങൾ സബ്മിസീവ് ആവണം. നിങ്ങൾ അടിയറവ് പറയുക. ഞാൻ ഈ ബിസിനസ്സിനകത്ത് അന്നും ഇന്നും എന്നും ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ മെന്ററിൽ ഞാൻ എന്ത് ചെയ്യാണ്, സബ്മിസീവ് ആവണം. സിസ്റ്റത്തിൽ ഞാൻ സബ്മിസീവ് ആവാണ്. സിസ്റ്റം, എന്റെ പല ആശയങ്ങളും 90% എന്റെ ആശയങ്ങളും എന്റെ ചിന്തകളൊക്കെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതാണ് ശരിക്കും എന്നെ NTC-യും ഗോയിങ് CTC ആക്കിയതും എന്റെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സിസ്റ്റം അനുവദിച്ചു തന്നിരുന്നെങ്കിൽ 100% ഞാൻ പരാജയപ്പെട്ടു പോയേനെ. കാരണം എന്താണെന്നറിയോ, ഞാൻ മുൻപ് ഞാൻ ചെയ്ത ബിസിനസ്സിനകത്തൊക്കെ ഞാൻ എന്റെ ആഗ്രഹങ്ങളും എന്റെ ചിന്തകളാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് 47-50 ലക്ഷം കടം ഉണ്ടായത്. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക ഡിയർ ഫ്രണ്ട്സ്. ഒരു വ്യക്തി വിജയിക്കുന്നത് ആ വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ഒരു സിസ്റ്റമോ ഒരു വ്യക്തിയോ ഉണ്ടാവുമ്പോഴല്ല, ആ വ്യക്തിയുടെ ചിന്തകൾക്കകത്തുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സിസ്റ്റമോ ഒരു വ്യക്തിയോ ഒരാളോ ഉണ്ടാവുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ അത് വിജയിക്കുന്നത്. ഞാനും നിങ്ങൾ എന്തുകൊണ്ടാണ് കോടീശ്വരൻ ആയിട്ടില്ല, ഇതിനു മുമ്പ് ആയിട്ടില്ല? അതിന്റെ കാരണം എന്താ? നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തകളും നമുക്ക് അറിയാവുന്നത് നമ്മുടെ ചിന്തകൾ മാത്രം ചെയ്തുകൊണ്ടാ. അന്ന് നമ്മൾ പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ശരിയായ രീതിയിൽ ഉപദേശിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും കോടീശ്വരന്മാരാ. യെസ് ഓർ നോ? അപ്പൊ ആ ഒരു കോമൺ സെൻസ് എല്ലാവർക്കും വേണം. പലപ്പോഴും സിസ്റ്റം എന്താ ചെയ്യുക, നിങ്ങളുടെ മെന്റർ എന്താ ചെയ്യുക, നിങ്ങൾ മെന്റർ ചെയ്യുന്നു, നിങ്ങൾ സിസ്റ്റം ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുക എന്നുള്ളതല്ല സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ ലീഡർ ഡ്യൂട്ടി. അതിനകത്ത് വേണ്ടത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എന്ത് ചെയ്യാണ്, നമ്മളുടെ ചില ആശയങ്ങൾ വേണ്ടാന്ന് പറയുമ്പോ ദേഷ്യം വരിക, നമ്മളെ ചില ആശയങ്ങൾ ചെയ്യണ്ടെന്ന് പറയുമ്പോ വെറുപ്പ് വരിക, നമ്മൾ ആശയങ്ങൾ ചെയ്യണ്ടെന്ന് പറയുമ്പോ സിസ്റ്റത്തിനോടോ നമ്മളോടോ എന്ത് ചെയ്യാണ്, വെറുപ്പ് വരിക. അതൊരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾ ആദ്യം സബ്മിസീവ് ആവുക, അടിയറവ് പറയുക. ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ തിയറി പ്രധാനപ്പെട്ട ഘടകമാണ് ഡിയർ ഫ്രണ്ട്സ്. ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ലീഡറിലും അതുപോലെ തന്നെ സിസ്റ്റത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിസീവ്. സക്സസ്ഫുൾ പറയാണ് ഇന്നത് മതി, ഇന്നത് വേണ്ട. നിങ്ങൾ ലീഡർ പറയാണ് അത് വേണ്ട. അത് നേരെ മറിച്ച് എന്ത് ചെയ്യുക, ലീഡർ പറഞ്ഞത് വേണ്ട, ആയിക്കോട്ടെ വേണ്ട, എന്നിട്ട് ഇപ്പുറത്ത് തിരിഞ്ഞ് 4 ആളും കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, എന്ത് ലീഡറാണ്, ഞാനൊരു കാര്യം ചെയ്യാൻ അത് വേണ്ടാന്ന് പറഞ്ഞു. ലീഡർക്ക് എന്തോ നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും എഴുതി വെച്ചോളൂ, സബ്മിസീവ് ആവാത്തവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. തന്നിഷ്ടപ്രകാരം ചെയ്യുക, പറഞ്ഞത് കേൾക്കുക ചെയ്യുക, ഇതൊക്കെ ബിസിനസ്സിനകത്ത് പരാജയപ്പെടുന്ന ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിസീവ് ആവാം. എഴുതി വെച്ചിട്ട് ഞാൻ സിസ്റ്റത്തിൽ സബ്മിസീവ് ആണോ, ഞാൻ ലീഡർ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ, ഞാൻ സിസ്റ്റം പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. കറകളഞ്ഞ് എഴുതി വെക്കും. എന്നിട്ട് അത് നിങ്ങൾ അതേമാതിരി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്. ഇല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അനുസരണശീലം വളരെ വളരെ നല്ലതാണ്. ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ടല്ലോ, എന്താണ്, നല്ല കുടുംബത്തിന് അനുസരണശീലം വളരെ വളരെ നല്ലതാണെന്ന് പറഞ്ഞ മാതിരി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അനുസരണശീലം, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ സബ്മിസീവ് ആവുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിസീവ് ആവുക. അത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് എന്തുകൊണ്ടാണ് ആളുകൾ ഇതൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് ആളുകൾ പരാജയപ്പെടുന്നു. അതായത് ഞാൻ വീണ്ടും പറയാണ്, വളരെ ഇപ്പം ചിന്തിച്ചു നോക്കൂ. നമ്മളും ഈ ബിസിനസ് ചെയ്യുന്നു, മുബീൻ സാർ ഈ ബിസിനസ് ചെയ്യുന്നു, മനോജ് സാർ ഒക്കെ ഈ ബിസിനസ് ചെയ്യുന്നു അല്ലെ. മനോജ് സാർ ഈ ബിസിനസ്സിനകത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്തു, ജാഗ്വാർ എടുത്തു. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്ത ലീഡർ നമുക്ക് ഈ മൈ ലൈഫിനകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈ ലൈഫ് ഏറ്റവും പ്രായം കുറഞ്ഞ ടീമാ. ഇപ്പൊ ജനിച്ച ഒരു കുട്ടിയാണ് മൈ ലൈഫിനകത്ത് നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ എന്ന് പറയും. പക്ഷെ ഇത് ഏതൊരു ടീമിനേക്കാളും വലിയ സക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മൈ ലൈഫിന് നിങ്ങള് GTS-നകത്ത് കാണുന്ന മൈ ലൈഫിനകത്തുള്ള പല ടീമും അവർ മദർ കമ്പനി, മൈ ലൈഫിന്റെ മദർ കമ്പനി 23 വർഷവും 22 വർഷവും ഒക്കെ ആയിട്ടുള്ള ടീമാണ്. നമ്മുടെ സക്സസ് ബറിയോ മൈ ലൈഫ് സ്റ്റൈലിനകത്ത് ഏറ്റവും അവസാനം ഉണ്ടായ ഒരു ടീമാണ്. എന്നാൽ ഏറ്റവും ആദ്യമുള്ള ടീമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമാണ് ആ കാര്യം പറയുമ്പോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ, കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ്, നല്ലൊരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാ പരാജയപ്പെടുന്നത്? സാധാരണ രീതിയിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? ഒന്ന്, തെറ്റായ കുറെ ധാരണകളുണ്ട്. നിങ്ങൾക്കായാലും ആർക്കായാലും ഉണ്ട്. എന്താ തെറ്റായ ധാരണ? ശരിക്കും ഒരു ബിസിനസ് വിജയിക്കുന്ന ഒരു 10 വർഷമൊക്കെ, ഒരു 10-15 വർഷം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബിസിനസ് വിജയിക്കുന്നത്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് എടുത്തു നോക്കൂ. ഇന്ന് കാണുന്ന യൂസഫ് അലി സാർ എത്ര വർഷത്തെ എഫേർട്ടാണ്. ഇന്ന് കാണുന്ന ഓരോ കോടീശ്വരന്മാരെ എടുത്തു നോക്കും നിങ്ങൾ. അവർക്ക് എത്രയോ വർഷങ്ങൾ എടുത്ത് എഫേർട്ട് കൊണ്ടാണ് അത് വിജയിച്ചുള്ളത്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, അത്ര വർഷമൊന്നും ഇല്ലെങ്കിലും ഒരു 5-6 വർഷമൊക്കെ ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവണം.
ഇതെന്താ വെച്ചാൽ തെറ്റായ ധാരണയാണ്. തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആളുകൾക്ക് ഞാൻ ഉൽപ്പന്നം എടുത്തില്ലേ? ചില ആൾക്കാർ ചോദ്യതാ, ഞാൻ ഉൽപ്പന്നം എടുത്തല്ലോ, നീ ഞാൻ വിജയിച്ചോണം. രണ്ടാമത്, ഞാൻ മീറ്റിങ്ങിനോ ട്രെയിനിങ്ങിനോ വരില്ല, ഞാൻ വിജയിച്ചോണം. അതല്ലെങ്കിൽ എങ്ങനെയോ തട്ടിക്കൂടി മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗ് വെച്ചത് തന്നെ അപ്രേന്റെ ലീഡർ നിർബന്ധവും ശക്തമായ പ്രഷർ കൊണ്ട് വെച്ചതാണ്. ഞാനൊരു ചെറിയ മീറ്റിംഗ് വെച്ച് തന്നില്ലേ? ആ ഡയലോഗ് നിങ്ങൾ കേൾക്കണേ. ഞാനൊരു മീറ്റിംഗ് വെച്ച് തന്നില്ലേ എന്ന്. അപ്പൊ ആർക്ക് വേണ്ടി ഇത് കൊടുത്തത്? ലീഡർക്ക് വേണ്ടിയാണോ? ഏത്? ഞാനൊരു മീറ്റിംഗ് വെച്ച് തന്നില്ലേ, ഞാൻ ഉൽപ്പന്നം എടുത്തില്ലേ, ഞാൻ മീറ്റിംഗിന് വന്നല്ലോ, ഞാനൊരു ട്രെയിനിങ്ങിന് വന്നിട്ടില്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളാണ് പരാജയപ്പെടുന്നത്. ഞാനൊരു മീറ്റിംഗ് വെച്ചു, കുറച്ചും കൂടി എന്ത് ചെയ്യണം? അടുത്ത മീറ്റിംഗിനകത്ത് കുറച്ചും കൂടി ആൾക്കാരെ കൂട്ടണം. ഞാനൊരു ട്രെയിനിങ് വന്നു, ഇനിയും നിരന്തരമായ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഞാൻ കുറച്ച് ഉൽപ്പന്നം എടുത്തു, ഇനിയും കുറെ ഉൽപ്പന്നം എടുത്ത് വിൽക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ, ഇനിയും കുറെ പഠിക്കണം. ഞാൻ കുറച്ചേ പ്രവർത്തിച്ചുള്ളൂ, ഇനിയും കുറെ പഠിക്കണം, പ്രവർത്തിക്കണം. ഈ ചിന്തയ്ക്ക് വരുന്ന മാറ്റമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ സക്സസ് ആരോ ചെയ്തു തരണം എന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത്. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ തൊട്ടപ്പത്തെ ഷോപ്പുകാരെ വിജയിപ്പിക്കോ നിങ്ങളെ? നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ വേറെ കമ്പനി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു കെയർ ബേക്കറിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ വേറൊരു കെയർ ബേക്കറിക്കാരൻ വന്ന് വിജയിപ്പിക്കുവോ? ഇവിടെ നിങ്ങൾക്ക് ഒരു ലീഡർ ഉണ്ട്, ശരി തന്നെയാണ്, സത്യം പറഞ്ഞാൽ അത് നല്ലത് തന്നെ, ലീഡർ ഉണ്ട് എന്ന് കരുതി ലീഡറുടെ ഉത്തരവാദിത്തം മാത്രമല്ല ഈ ബിസിനസ് വിജയിക്കേണ്ടത്. ഒരു വിഗ്രഹം, ഒരു നല്ല ഒരു ശില്പം ഉണ്ടാകണമെങ്കിൽ ആ ശില്പി കൊത്തുമ്പോൾ ആ ശില്പം എന്ത് ചെയ്യാണ്? ഈ ശില്പം ഉണ്ടാവാനുള്ള മരമാണോ കല്ലാണെങ്കിൽ നിന്നു കൊടുക്കണ്ടേ? അതല്ലാണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കാൻ നടക്കുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കുമോ? അപ്പൊ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ ചില ധാരണകളെ നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ചില ധാരണകളെ നിങ്ങൾ മാറ്റണം. അതായത് ഈ എന്താണ്, ഒരിക്കലും മാച്ച് ചെയ്യാത്ത പ്രതീക്ഷകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്. എന്താ മാച്ച് ചെയ്ത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ആരൊക്കെയോ വന്ന് എന്നെ വിജയിപ്പിച്ചോണം, എന്റെ ഉത്തരവാദിത്തം കുറച്ച് ഉൽപ്പന്നം എടുക്കുക, രാവിലെ വൈകുന്നേരം ഹെർബൽ പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുക, ഇതാണ് എന്റെ ഉത്തരവാദിത്തം, ഈ ബിസിനസ് വിജയിക്കാനുള്ള ഉത്തരവാദിത്തം. അതുപോലെ തന്നെ അത് രണ്ടും ഞാൻ ചെയ്താൽ എന്ത് ചെയ്യാ, ഇതിൽ എന്നെ വിജയിപ്പിച്ചോണം. ഇങ്ങനെയൊക്കെ ചില ചിന്താഗതികളാണ്. അതൊന്നും പാടില്ല. ഈ ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതായത് എന്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ഈ ബിസിനസ്സിന് ഞാൻ വിജയിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും, നിങ്ങള് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. കാരണം സക്സസ് നമുക്കാണ് സക്സസ്. ഇപ്പൊ ഞാൻ വിജയിച്ചാൽ ആസ്വദിക്കാൻ പോണ ഞാനല്ലേ? ശരിയല്ലേ? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ ലോകത്തൊരു പ്രപഞ്ച സത്യമുണ്ട്. എന്താണോ ആസ്വദിക്കേണ്ടത് ആ ആസ്വദിക്കേണ്ട ആൾ തന്നെ അതിന് ഉത്തരവാദിയാണ്. എന്താണ് പ്രശ്നം അനുഭവിക്കുക, അത് ആ വ്യക്തി തന്നെ അതിന്റെ പ്രശ്നത്തിന് ഉത്തരവാദിയാണ്. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റായ പ്രതീക്ഷകൾ കൊണ്ട് നടക്കരുത്. അതായത് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഈ വൻതുക സമ്മാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ന മാതിരിയാണ് ചില ആൾക്കാർ. ഇത് ലോട്ടറി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്, എന്നിട്ട് അതിങ്ങനെ എടുത്തു വെച്ചാ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു, എന്നിട്ട് അങ്ങനെ വിജയിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും, മറ്റന്നാൾ വിജയിക്കും, എന്നിട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്. കുറച്ച് ഉൽപ്പന്നം എടുത്ത് സമ്പന്നനാകാം എന്ന് പ്രതീക്ഷിക്കരുത് എന്നർത്ഥം. ഉൽപ്പന്നം എടുക്കാൻ ബിസിനസ് തുടങ്ങാനൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ എന്ത് വേണം? ഈ ബിസിനസിന് വേണ്ടി നമ്മള് പ്രവർത്തിക്കണം. പിന്നെ 3-4 ആളെ പരിചയപ്പെട്ട് ഈ 3-4 ആൾക്ക് മാത്രം പ്ലാൻ കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ പരിചയപ്പെടുള്ളൂ, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പ്ലാൻ കൊടുക്കുകയുള്ളൂ. എന്നിട്ട് അവര് ജോയിൻ ചെയ്തില്ല, അതോടുകൂടി ഇയാൾ നിർത്തി. ഹലോ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നമ്മളെ വിജയിപ്പിക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ താഴെ വരണ്ടേ, നമ്മൾ കൂടെ വരണ്ടേ? അത് കുറച്ച് ആൾക്കാരെ കാണണം. നിങ്ങൾ ഏതെങ്കിലും നാട്ടിലൊരു സ്ഥാപനം നോക്കുക, എത്ര ആൾക്കാർ ആ സ്ഥാപനത്തിൽ വന്നു കയറി ഇറങ്ങി പോകുന്നു എന്ന രീതിയിൽ നിങ്ങൾ കുറെ ആൾക്കാരെ കാണണം. സീ മോർ പീപ്പിൾ. കണ്ടുകൊണ്ടേയിരിക്കുക. ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഈ കുറച്ച് സാധനങ്ങൾ എടുത്ത് തന്നെ, അതായത് ചില ആൾക്കാർ കുറച്ച് ഉൽപ്പന്നം എടുത്ത് തന്നെ വലിയ വ്യവസായത്തിന് വേണ്ടി കുറച്ച് ഉൽപ്പന്നം എടുത്തു എന്ന് തന്നെ വലിയ കാര്യമാണ് ചിന്തിക്കുന്ന ആൾക്കാർ. അതൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യാണ്? ആരോടും നിങ്ങൾ ചില ആൾക്കാരെ എന്താണെന്നറിയോ, ആരോടും പറയാതെ തന്നെ ഈ ലോകം എന്നെ വിജയിപ്പിക്കുന്നതാണ് ചിന്തിക്കുന്നത്. അതൊക്കെ തെറ്റായ ധാരണയല്ലേ? നമ്മളത് വാ തുറന്ന് പറയണ്ടേ? നമ്മുടെ ജ്വല്ലറിയാണ് നമ്മുടെ വായ. നമ്മുടെ ജ്വല്ലറിയാണ് വാ ഇപ്പൊ ജ്വല്ലറി അതിന്റെ ഷട്ടറാണ് നമ്മുടെ ചുണ്ടുകൾ. ഈ ഷട്ടർ തുറക്കാതെ ജ്വല്ലറി കച്ചവടം നടക്കുവോ? വാ തുറന്ന് സംസാരിക്കാതെ ബിസിനസ് നടക്കുവോ?
നടക്കില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരോടും പറയാതെ തന്നെ ലോകം എന്ത് ചെയ്യാ, നിങ്ങളുടെ വാതിൽ വന്ന് മുട്ടണം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് പോയി മുട്ടണം, അങ്ങോട്ട് പോയി സംസാരിക്കണം. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെയാണ് നിങ്ങൾ വിജയിക്കുക. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ തെറ്റായ ധാരണകളൊക്കെ മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾ അധികം ജോലി ചെയ്യാത്ത വിജയിക്കുക എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അത് മാറ്റി വെക്കുക. അത് കുറച്ച് മെനക്കെടണം. കുറച്ച് മെനക്കെടൊക്കെ ഉണ്ട് ഡിയർ ഫ്രണ്ട്സ്. വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യുക. ജീവിതത്തിനകത്ത് 10, 30, 40 വർഷം പ്രവർത്തിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് എന്തുകൊണ്ട് 3-4 വർഷം വർക്ക് ചെയ്ത് വിടാം? ഇതിനകത്ത് വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം, വാ തുറന്ന് സംസാരിക്കണം, ആളുകൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണം, വർക്ക് ചെയ്യണം. കാണുന്ന ആൾക്കാരോട് പറയാ, നിങ്ങൾ ഞാൻ എന്റെ കൂടെ എന്ന് പറയാൻ സാധിക്കണം. മൈ ലൈഫിലേക്കല്ല ഒരാൾ വരുന്നത്, എന്നിലേക്കാണ് വരുന്ന ബോധം വേണം. മൈ ലൈഫിലേക്ക് അല്ല ആൾ വരിക. ഞാൻ വീണ്ടും വീണ്ടും പറയാ, നിങ്ങൾ എഴുതി വെക്കുക. ഞാനൊരാൾക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ എന്നിലേക്കാണ് ആൾ വരിക, ആ ചിന്ത വേണം. അപ്പൊ അതിന് നമ്മൾക്ക് എന്ത് വേണം, നമ്മളെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. ഓക്കെ. അപ്പൊ ചില ആൾക്കാർ ചില മീറ്റിങ്ങിന് വരുമ്പോഴാണ് നന്നായിട്ട് അധ്വാനിക്കണമെന്നൊക്കെ മനസ്സിലാകുക. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, ബൾബ് ഫീസ് അടിച്ചു പോകും. അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനിങ്ങിനൊക്കെ വരിക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോണ ബിസിനസ് ആണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ എന്താണ് ഇത്, ഈ അടുത്തത് പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ഇത് തുടങ്ങാൻ ചെറിയ മുതൽ മുടക്കല്ലേ ഉള്ളൂ, കുറച്ച് ഉൽപ്പന്നം എടുത്താൽ പോരെ. ആയതുകൊണ്ട് എന്ത് ചെയ്യണോ, ഇതിലേക്ക് ആകർഷിക്കുന്ന മുഴുവൻ 90% അലസന്മാരെ, മടിയന്മാരെയാണ്. ഈ ബിസിനസ്സിനകത്ത് 90% മടിയന്മാരാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 300ന്റെ അടുത്താണ് ആൾക്കാർ ഈ ഹൈ പ്ലേസിന് പങ്കെടുത്തു. നിങ്ങളുടെ ടീമിനകത്ത്, ഓരോ ടീമിനകത്തും എത്രയോ ആളുകളുണ്ട്, 300, 500, 1000 ആൾക്കാരുള്ള ടീം മെമ്പേഴ്സ് അല്ല ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആളുകളെല്ലാം കയറാത്തത്? ലോകത്തെ തിയറി അങ്ങനെയാണ്. എന്തുകൊണ്ട് ലോകത്തെ 90% ആൾക്കാരും പാവപ്പെട്ടവരായി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അലസന്മാരാണ്, മടിയന്മാരാണ്. അതായത് ഈ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡ് എന്ന് പറയും, ഏറ്റവും വലിയ അംഗവൈകല്യം എന്ന് പറഞ്ഞാൽ അലസതയാണ്. കൈയില്ലാത്തോ കാലില്ലാത്തോ കണ്ണില്ലാത്തോ അല്ല അലസത, മടിയാണ് ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡ്. ഏറ്റവും വലിയ വികലാംഗത എന്ന് പറഞ്ഞാൽ മടിയാണ്. മടി 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 പ്രവർത്തിക്കാൻ മടി, സംസാരിക്കാൻ മടി, വർക്ക് ചെയ്യാൻ മടി, ജീവിതത്തിൽ വിജയിക്കാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ മടി. മടിയും കുറ്റം പറയാം. മടി നന്നായിട്ടുള്ള ആളുകൾ അടുത്ത ജോലി കുറ്റം പറയാനാണ് മടി. അപ്പൊ ഈ മടി എന്ന് പറഞ്ഞ സാധനം, അലസത എന്ന് പറഞ്ഞ സാധനം എന്താണ്, ലോകത്തെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അതായത് ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ മടിയാണ്. വികലാംഗത എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, കൈയില്ലാത്തോ കാലില്ലാത്തോ കണ്ണില്ലാത്തോ അല്ലെ സംസാരിക്കാൻ പറ്റാത്ത ഒന്നുമല്ല വികലാംഗത. എനിക്ക് അവരൊക്കെ ഇഷ്ടമാണ്, അവരൊക്കെ സൂപ്പറാണ്, അവരൊക്കെ നല്ല ആൾക്കാരാണ്, അടിപൊളിയാണ്, അവരൊക്കെ നല്ല നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാരാണ്. ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡ്, ഏറ്റവും വലിയ ഹാൻഡിക്യാപ്ഡ് മടിയന്മാരാണ്, അലസന്മാരാണ്. ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മടിയന്മാർ. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എത്ര ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കണം, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, നിങ്ങളെ വിജയിപ്പിക്കുന്ന പരാജയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം മടിയാണ്, അലസത. അതായത് നിങ്ങൾ ഈ ബിസിനസ് അവസരം കിട്ടി, ഈ ബിസിനസ് അവസരം കിട്ടിയ ഉടനെ നിങ്ങൾ പ്ലാൻ കൊടുക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ആരൊക്കെയാണ് പണി ഇല്ലാണ്ടിരിക്കുന്നത് അവർക്കൊക്കെ പ്ലാൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ നാട്ടിലെ ഞങ്ങളിവിടെ ഓവാല എന്ന് പറയും, ഈ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് അവർക്കൊക്കെ ഒരു ജോലി കൊടുക്കാൻ ഇറങ്ങിയ ആൾക്കാരാ, ഉദ്ധരിക്കാൻ ഇറങ്ങിയതാ, നാടിനെ നന്നാക്കാൻ ഇറങ്ങിയ ആൾക്കാരാ നമ്മളൊക്കെ. ഒരു പണിക്കും പോവാത്ത ആൾക്കാർക്ക് പ്ലാൻ കൊടുക്കും. ഡിയർ ഫ്രണ്ട്സ്, അവർ പണി ഇല്ലാത്തത് കൊണ്ടല്ല, അവർ പണിയെടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് പോയിരിക്കുന്നത്. അവരെ വിളിച്ച് നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊടുക്കുന്നത് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അവര് നമ്മളെ പരാജയപ്പെടുന്നല്ലാണ്ട് നമ്മളെ വിജയിപ്പിക്കില്ല. അപ്പം നമ്മളെ തെറ്റായ ധാരണ എന്താ അറിയോ? ബിസിനസ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുക, ആർക്കൊക്കെയാണ് ഒരു ജോലി ഇല്ലാണ്ട് ഇരിക്കുന്നത്, ആരൊക്കെയാണ് കലുങ്കിലിരിക്കുന്നത്. അബൂബിനാഥൻ പറയുന്നത് കലുങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. കലുങ്കിലിരിക്കുന്നത്, അതായത് ആരൊക്കെയാണ് ഒരു പണിക്കും പോവാതിരിക്കുന്നത്, ആരൊക്കെയാണ് ജോലിക്കും പോവാതിരിക്കുന്നത്, ഇവർക്ക് ബിസിനസ് അവസരം കൊണ്ടു കൊടുക്കാൻ നിൽക്കുക. ഒന്ന് സുഹൃത്തുക്കളെ, ഇങ്ങനെ കുറെ മടിയന്മാരെ ടീം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഓൾ കേരള മടിയന്മാർ അസോസിയേഷൻ ഉണ്ടാക്കാം. ആ മടിയന്മാരെ നിങ്ങൾ നശിപ്പിക്കും, ഒരു പേരും പേടിക്കണ്ട, 100% നശിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നല്ല ബിസിയായ ആൾക്ക് പ്ലാൻ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന് മുമ്പ് ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് 3 എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, 10-40 അധ്യാപകര്, കുറെ കുട്ടികള്, അതിനേക്കാളൊക്കെ ഉപരി കുറെ കടം, അതുപോലെ തന്നെ ഒരു മിനിറ്റ് ഒഴിവില്ല. ബിസി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബിസി. ഭക്ഷണം കഴിക്കാൻ പോലും മറക്കുന്ന രീതിയിലുള്ള ബിസിയാണ് എനിക്ക്. എന്നെ പ്ലാൻ കാണിച്ചത്, എന്നെ പ്ലാൻ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ അത്രയും ബിസി ആയിട്ട് എനിക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഈ ബിസിനസ്സിനകത്ത് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായി എനിക്ക് വിജയിക്കാൻ സാധിക്കുന്ന തിരിച്ചറിവാണ് അതിനേക്കാൾ ശക്തമായി പ്രവർത്തിക്കാൻ എന്നെ അതിൽ സാധിച്ചത്.
അതായത് വർക്ക് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡ് ഇതിനകത്തുണ്ടാവും, വർക്ക് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഇതിനകത്തുണ്ടാവും. മടിയന്മാരായ ഒരു ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% മടിയന്മാരായ ടീം ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ കൊടുക്കുമ്പോ നിങ്ങൾ മടിയന്മാരെ മാത്രം നോക്കി കൊടുക്കാതെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് എന്തെങ്കിലും ബിസിനസ് ആൾക്കാര്, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പല കമ്പനിയിലും പ്രവർത്തിക്കുന്ന ആൾക്കാര്, ജോലി ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, നിലവിൽ ബിസിനസ് ആൾക്കാർ, ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ടൗണുകളിൽ പോയി നോക്കൂ, റൂം ഫോർ റെന്റ് എന്ന് പറഞ്ഞിട്ട് എത്ര ഷട്ടർ റൂമുകൾ അടഞ്ഞു കിടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള കച്ചവടക്കാരൊക്കെ ഏത് നിമിഷം പൂട്ടി പോവാന്നാ. ബിസിനസ്സുകാരെ കൊണ്ടുവരെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്ന് ഒരാളെ മനസ്സിലാക്കി കൊടുത്താൽ പോലെ, ഒരു ബിസിനസ്സുകാരെ മനസ്സിലാക്കി കൊടുത്താൽ പോലെ ആ ബിസിനസ്സുകാർ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ബിസിനസ്സുകാരെ കൊണ്ടുവരെ, എന്തെങ്കിലും ബിസിനസ് ആൾക്കാരെ കൊണ്ടുവരും, മടിയന്മാരെ കൊണ്ടുവരില്ലേ, കല്ലെങ്കിലും മൂവാരത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരും യാതൊരു കാര്യമില്ല. അവര് നമ്മളെ നശിപ്പിക്കും, വെട്ടുകളിയെ പോലെ ആകം ഇല്ലാണ്ടാക്കും, കാരണം മടിയന്മാരാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അലസന്മാരെ കൊണ്ടുവരുന്ന ശീലം ഒഴിവാക്കുക. അലസന്മാരെ കൊണ്ടുവരുന്ന ശീലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ആ ശീലം നിങ്ങളെ നശിപ്പിക്കും. അലസന്മാരെ കൊണ്ട് ശീലം ഒഴിവാക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, ചെലവില്ലാതെ തുടങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ചെലവില്ലാതെ അവസാനിപ്പിക്കാം. അതും വിട്ടുപോകാൻ ന്യായമാണ്. അത് പ്രത്യേകിച്ച് ഡ്രീം ഇല്ല, അതാണ് സംഭവം. ഡ്രീം ഉണ്ടാവണം. നിങ്ങൾ ഡ്രീം എഴുതി വെക്കുക. അതിനേക്കാൾ ഉപരി നിങ്ങൾ ഡ്രീം ഉണ്ടാവണം. നിങ്ങൾക്കും ടീമിന് ഡ്രീം ഉണ്ടാവണം. നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് നിങ്ങൾ ടീമിന് അറിയണം. എന്റെ ഡ്രീം എന്താണെന്ന് എന്റെ ടീമിന് അറിയാം. എന്റെ ഡ്രീം എന്താണെന്ന് എന്റെ ടീമിന് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, എന്റെ ഡ്രീം പറയും. BMW 5 സീരീസ് എന്റെ ഡ്രീം എന്ത് ചെയ്യും, അത് എനിക്ക് അറിയാം. ഞാൻ എന്റെ ടീമിനകത്ത് ആരുടെ കൂടെ വർക്കിന് പോയാലും ഞാൻ എന്റെ ക്രെട്ട ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ കൂടുതൽ ആൾക്കാർ പറയും, സാറേ BMW ഓടിക്കുമ്പോൾ അതിൻ്റെ വെക്കും. ഞാൻ പറഞ്ഞിട്ടല്ല. എന്റെ ഡ്രീം എന്റെ ടീമിന് അറിയാം. നിങ്ങളുടെ ഡ്രീം നിങ്ങൾ ടീമിന് അറിയണം, നിങ്ങളുടെ ഫാമിലിക്ക് അറിയണം. പൊളിച്ചു മാത്രം കൊണ്ടുനടക്കാനുള്ള നല്ല ഡ്രീം പറയുക. കാരണം എന്താ അറിയോ, പവർ ഓഫ് സ്പോക്കൺ വേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പവർ ഓഫ് സ്പോക്കൺ വേർഡ്സിന് നിങ്ങളെ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഡ്രീമിനെ എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ടീമിന് അറിയണം. ഒരു NGO കൂടുമ്പോ, ഒരു മീറ്റിംഗ് കൂടുമ്പോ നിങ്ങൾ പറയണം, എന്റെ ഡ്രീം ഇതാണ്, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പോ നിങ്ങൾ കൂടുതൽ ആളുകൾക്കും ഡ്രീം ഉണ്ടായി തുടങ്ങും. നിങ്ങളെ കൂടുതൽ ആളുകൾക്കും ഡ്രീം ഉണ്ടായി തുടങ്ങും. അങ്ങനെ ഡ്രീമുള്ള ആളുകൾ ഈ ബിസിനസ് വിട്ടുപോയില്ല. അപ്പൊ നിങ്ങൾ ഡ്രീം ഉണ്ടാക്കിയെടുക്കുക. ടീമിനും നിങ്ങൾക്ക് ഡ്രീം ഉണ്ടാക്കിയെടുക്കുക. ആ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കുക. മറ്റ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുക വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. വർക്ക് ചെയ്യണം, പൈസ കിട്ടിയാൽ കിട്ടി, കാർ അഥവാ കിട്ടിയാലോ, വീട് ചിലപ്പോ കിട്ടുമായിരിക്കും. ബാങ്ക് ബാലൻസ് ഉണ്ടാവൂലേ, താഴെ കുറെ ആൾക്കാർ വന്നാൽ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവില്ലേ സാറേ? അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ഈ ബിസിനസ്സിന് അത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കില്ല. ഡ്രീം വേണം, സ്വപ്നങ്ങൾ വേണം. ഡ്രീം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കും നിങ്ങളെ ആളുകളും സ്വപ്നങ്ങൾ എന്ത് ചെയ്യണം, വേണം, ഡ്രീം വേണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചെലവില്ലാതെ ഇപ്പൊ ഈ കേൾക്കുന്ന വ്യക്തികളെല്ലാം നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വിട്ടുപോകാൻ നമുക്കത് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുപോകാതിരിക്കുക. അതുപോലെ തന്നെ ലക്ഷ്യബോധം ഉണ്ടാവുക. എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്യം ഉണ്ടാകുക. ലക്ഷ്യബോധം ഇല്ലാത്ത ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. ലക്ഷ്യബോധം ഉണ്ടാകുക. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, സിസ്റ്റത്തിൽ സബ്മിസീവ് ആവുക. സിസ്റ്റം പറഞ്ഞ് കേൾക്കുക, സിസ്റ്റത്തെ കൂട്ടുപിടിക്കുക. നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തികളായിക്കോട്ടെ, ഞാൻ വീണ്ടും പറയാണ്, എത്ര കഴിവുള്ള വ്യക്തികളായിക്കോട്ടെ, സിസ്റ്റത്തിനകത്തല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഞാൻ അതിനെ പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു സ്റ്റോറി പറയാം. ഒരു സിംഹവും അതുപോലെ തന്നെ ഒരു പശു നടന്നു പോവാൻ. സിംഹത്തിന്റെ ഉദ്ദേശം പശുവിനെ പിടിക്കണം എന്നാണ്. പക്ഷെ രണ്ടുപേരും നടന്നു പോവാണ്. സിംഹവും പശു നടന്നു പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സിംഹം എത്ര ബലിഷ്ഠനാണ്, എത്ര പവർ ഉണ്ട് സിംഹത്തിന്. കാട്ടിലെ രാജാവാണ്. അതിനേക്കാൾ ഉപരി സിംഹം എത്ര പവറുള്ള വ്യക്തിയാണ് അല്ലെ? എന്ത് പ്രശ്നങ്ങൾ സിംഹത്തിന് ഫേസ് ചെയ്യാൻ സാധിക്കും. ശരിയാണോ അല്ലേ? അതുപോലെ തന്നെ ഒരു പശു യജമാനും എന്തുന്നുണ്ട്, കുറച്ച് മുന്നേ നടന്നു പോവുക. ഈ പശു എന്ത് ചെയ്യുക, സിംഹത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോ സിംഹത്തിന് അത്രയൊന്നും പവർ പശുവിനില്ല. അങ്ങനെ പോകുന്ന ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഈ രണ്ടുപേരും ഒരു ചളിയിൽ എന്ത് ചെയ്യാണ്, ഒരു ചളിയുള്ള ഒരു സ്ഥലത്ത്, താഴ്ന്നു പോകുന്ന സ്ഥലത്ത് സിംഹവും പശു എന്ത് ചെയ്യും, പെട്ടുപോയി. പെട്ടുപോയി. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, പശുവിന്റെ യജമാനൻ വന്ന് പശുവിനെ എന്ത് ചെയ്തു, പൊക്കിയെടുത്ത് കൊണ്ടുപോയി. സിംഹം എന്ത് ചെയ്യുന്നു, നേരെ ചളിയിൽ എന്ത് ചെയ്തു, താഴ്ന്നു പോയി. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കഥ പറഞ്ഞാണ്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവല്ലോ. ചിന്തിച്ചു പോവുക. അതായത് ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ എത്ര പവറുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കയറിന്റെ അറ്റത്ത് നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളെ വിജയം മാത്രം ഫോക്കസ് ആളുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. നമ്മുടെ കഴിവ്, നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിജയിക്കെങ്കിൽ പോലും
നമുക്കൊരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കണം. സിസ്റ്റത്തിൽ നിൽക്കാതെ സക്സസ് ബറി ഗ്ലോബലിനകത്ത് അടിയുറച്ച് വിശ്വസിക്കുക, അത് പറഞ്ഞ് കേൾക്കുക. സിസ്റ്റം പറഞ്ഞ് കേട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. നമ്മളുടെ കഴിവിലല്ല നമ്മൾ വിജയിക്കുന്നത്, ഒരുപാട് ആൾക്കാരെ കഴിവ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. എപ്പോഴും പറയും, മാർക്ക് സക്കർബർഗ് വരെ പറയും, ഞാൻ വിജയിച്ചത് സോ ആൻഡ് സോ, ഇന്ന ആളുകളുടെ വാക്കുകൾ കേട്ടാ, ഇന്ന മെന്റർ എനിക്കുണ്ടെന്ന് അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ട്. ബുക്കുകളാണ് അവരുടെയൊക്കെ മെന്റർ എന്ന് പറയും. എന്ന മാതിരി ഓരോരുത്തർക്കും ഒരു മെന്റർ, ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, സക്സസ് ബറിയെ നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റത്തിനകത്ത് നിൽക്കുക, ശക്തമായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനും, സിസ്റ്റം പറയുന്നത് പഠിക്കാനും, സിസ്റ്റത്തിന് എന്ത് അങ്ങോട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു അങ്ങോട്ട് കൊടുക്കുക. പലപ്പോഴും നമ്മൾ തെറ്റായ ധാരണ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, എപ്പോഴും എന്താ ചോദിച്ചാൽ, ലീഡർ വിളിക്കട്ടെ നോക്കും. അത് ഒരിക്കലും ശരിയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ സ്റ്റോറി അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എപ്പോഴും സിസ്റ്റത്തിനോടും അപ്ലൈനോടും നമ്മൾ കാണിക്കേണ്ട ഒരു സ്വഭാവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ലീഡർ വിളിക്കട്ടെ, ലീഡറല്ലേ വിളിക്കേണ്ട ചിന്തിക്കും. ലീഡർ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഏറ്റവും നല്ലത്, ഏറ്റവും വേണ്ടത് നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ്. ലീഡറെ അങ്ങോട്ട് വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ നമ്മുടെ ടീം നമ്മളെ ഇങ്ങോട്ട് വിളിക്കുള്ളൂ. അപ്പൊ നമ്മള് തുടക്കത്തിൽ നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഒരാള് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൂച്ചക്കുട്ടികളെ, ഈ തള്ളപ്പൂച്ച കൊണ്ടുപോകും, കടിച്ചു കൊണ്ടുപോകും. ശരിയാണോ അല്ലേ? അയാളെ കടിച്ചുകൊണ്ട് അവിടെ കൊണ്ടേക്കും നമ്മൾ കൊണ്ടു നടക്കും. ഈ പൂച്ച പുറത്തൊക്കെ കൊണ്ടു നടക്കും. ശരിയല്ലേ? പൂച്ച ഒരിക്കലും എന്ത് ചെയ്യില്ല, ശത്രുക്കളെ മുന്നിലേക്ക് ഈ പൂച്ച കുട്ടിയിട്ട് കൊടുക്കുവോ? ഇല്ലല്ലോ. ശത്രുക്കൾ വന്നാൽ ഈ തള്ളപ്പൂച്ച ആ കുഞ്ഞി പൂച്ചയെ കടിച്ചു പിടിച്ചു ഓടും. ശരിയല്ലേ? എന്നാൽ ഇത് തന്നെയാണ് ഒരാളെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ലീഡർ ചെയ്യുക, തുടക്കത്തിൽ ചെയ്യുക. മനസ്സിലാക്കുക, തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്യുക. യെസ്. എന്നാൽ കുറച്ച് ലീഡർഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വയനാട് ചുരം കയറുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുരങ്ങന്മാരെ കണ്ടില്ലേ? ഈ കുരങ്ങൻ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെന്താ ചെയ്യാ? കുരങ്ങൻ കുട്ടികൾ എന്ത് ചെയ്യും? ഈ തള്ളക്കുരങ്ങിന്റെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലെ? ശരിയാണോ അല്ലേ? കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. കുരങ്ങൻ കുട്ടികളെ അങ്ങനെ എന്ത് ചെയ്യാ, തള്ളക്കുരങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ കുരങ്ങൻ എങ്ങോട്ടൊക്കെ പോകുന്നു അവിടെയൊക്കെ ഇതിങ്ങനെ പോകുന്നുണ്ടാവും. എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കുരങ്ങൻ കുട്ടികളാവണം. ഞാൻ രാവിലെ തന്നെ കുരങ്ങാന്ന് വിളിച്ച് നല്ല ഉദ്ദേശിച്ചത്, അതായത് ആ ഒരു സ്വഭാവം എന്ത് വേണം, നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്ങനെ? ലീഡറെ, സിസ്റ്റത്തിനകത്തുള്ള ലീഡറെയും സിസ്റ്റത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, കെട്ടിപ്പിടിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ലീഡറെ കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ലീഡർ നിങ്ങളെ വിളിക്കുകയും ലീഡർ നിങ്ങളെ പിടിക്കാനും എപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ, ലീഡർ തോന്നുകയാണ് വേറെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, ഞാൻ അയാൾ ഡെവലപ്പ് ചെയ്യാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ? ശരിയാണോ അല്ലയോ? നമ്മൾ പരാജയപ്പെടില്ലേ? അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുരങ്ങൻ കുട്ടികളെ മാറിയാവാം. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോണേക്ക് കുരങ്ങന്മാരെ കണ്ടാൽ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വലിയ ഘടകമാണ്. എപ്പോഴും നമ്മൾ എന്ത് അങ്ങോട്ട് ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. എന്ത് ചെയ്തു, എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന, നിങ്ങൾ നോക്കുക. എപ്പോഴും ലീഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള നിങ്ങളുടെ ലീഡർ, ഇപ്പൊ നിങ്ങളുടെ ലീഡർ നിങ്ങളെ ബോട്ടം താഴെ പോയിട്ട് ഒരു വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴെ പോയൊരു കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഇടയിലുള്ള ലീഡേഴ്സ്, അതിന്റെ ഇടയ്ക്കകത്തുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട എന്താ, എഡിഫിക്കേഷൻ കൊടുക്കണം. നിങ്ങളുടെ ലീഡർ നിനക്ക് എന്റെ ലീഡർ താഴെ നിനക്ക് വർക്കൊന്നുമില്ല, എന്റെ ഭാഗ്യമായിട്ടോ, വേണ്ട രീതിയിൽ കൂട്ടിപ്പിടിക്ക്, ശക്തമായിട്ട് ചെയ്യ്, ലീഡർ അപ്ലൈ എന്തെങ്കിലും വരുന്നുണ്ട്, അങ്ങനെ ആക്കണം. നേരെ മറിച്ച് എന്ത് ചെയ്യാണ്, ചേടാ എന്താ എന്റെ താഴെ ലീഡർ ഒരു വർക്ക് എടുത്തു, എന്നോടത് പറഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് പറയണമല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ നിന്നാൽ എങ്ങനെ നടക്കുക? ഇപ്പൊ എന്നെ സംബന്ധിച്ച ഞാൻ ഡൗൺലൈനിൽ എന്റെ കുറെ ഡൗണിൽ ഡെപ്തിൽ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് 10-14 ആൾക്കാർ എനിക്ക് അറിയിക്കാൻ പറ്റുമോ? അവിടെ ലീഡർ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മളെ എല്ലാവരും ഒരു യൂണിറ്റ് ആണ് ചിന്ത വേണം. ഒരിക്കലും എന്ത് ചെയ്ത് പരസ്പരം കുറ്റം പറയുകയോ അതല്ലെങ്കിൽ എന്ത് ചെയ്യാന് നിങ്ങൾ ഈ ഗ്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഗ്രിപ്പ് ഉണ്ടാവുക അതല്ലെങ്കിൽ ഇതൊരു സിസ്റ്റമാണ്, എല്ലാ സിസ്റ്റമാണ്. എല്ലാവരും ഒരുപോലെ വിജയിക്കണം എന്നുള്ള എന്ത് ചെയ്യുക, സിസ്റ്റമാണ്. ഇനി ഡെപ്തിൽ ഒരു ലീഡർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ലീഡർ ഡ്യൂട്ടിയും കൂടിയാണ് എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ എല്ലാ ലീഡേഴ്സിനെ അവിടെ എഡിഫൈ ചെയ്യുക, സൂപ്പർ സ്റ്റാർ ആക്കുക എന്നുള്ളത് ആ ലീഡർ ഡ്യൂട്ടിയും കൂടിയാണ്. അതും അതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഡിഫൈ ചെയ്ത്, പരസ്പരം വിശ്വസിച്ച്, പരസ്പരം എന്ത് ചെയ്യാണ്, ഒരു നൂലിൽ കോർത്ത് മുത്തുകൾ ഇടുമ്പോൾ മാലയാവുന്ന രീതിയിൽ ഒരുപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളത് ഈസിയാണ്. എളുപ്പത്തിലും വേഗത്തിലും അതുപോലെ തന്നെ നല്ല പ്രശ്നം ഒന്നുമില്ലാതെ വിജയിക്കാൻ സാധിക്കും. ഒരുപോലെ എല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ സാധിക്കും. അപ്പോ തെറ്റായ വിശ്വാസങ്ങളായിട്ടൊന്നും പ്രവർത്തിക്കാതിരിക്കുക. നമുക്ക് വർക്ക് ഉണ്ട്, നമ്മൾ ആരും വിജയിപ്പിച്ചു തരില്ല.
വിജയിപ്പിച്ച് തരാൻ ലീഡർ ശ്രമിക്കുമ്പോൾ നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വിജയിക്കില്ല. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചോളം ഒക്കെ എനിക്ക് എന്ത് ചെയ്യാ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഞാനിവിടെ സംസാരിക്കുമ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാണ് ഒരു നല്ലൊരു ലക്ഷറി കാറാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഒരു 5 വർഷം 6 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പോലും സാധിക്കില്ല. കാരണം എന്താ, ഞാൻ തൂങ്ങി മരിച്ചിട്ടില്ലെങ്കിലും എന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലായിരുന്നു. കാരണം അത്രയേറെ കടങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. 47 ലക്ഷം രൂപ കടമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. 50 ലക്ഷത്തിന് കടമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, ഇന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത്രയേറെ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്ന, ഇത്രയേറെ സന്തോഷം കിട്ടുന്ന വേറെ ഏത് മേഖലയുണ്ട് ഡിയർ ഫ്രണ്ട്സ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത്രയേറെ സന്തോഷം കിട്ടുന്ന നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ. ഇന്ന് രാവിലെ തന്നെ 10-300 ആൾക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെടല്ലേ? എത്ര സന്തോഷമാണ് നമുക്ക് പരസ്പരം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൂടെ എത്ര ആൾക്കാർ, എത്ര പരിചയമുള്ള ആൾക്കാര്. ഒരിക്കൽ ഞാൻ കുറച്ച് ലോങ് സ്ഥലത്ത് ഞാൻ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്കിന് വന്നിട്ട് എന്ത് ചെയ്തു, സെൽഫി എടുക്കുന്നു. അതുപോലെ തന്നെ ചായ പൈസ കൊടുക്കുന്നു. ചായ പൈസ കൊടുത്തല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എന്നാൽ അത്രയും ദൂരത്ത് പോയി നമ്മൾ നിൽക്കുമ്പോൾ പോലും പരിചയമുള്ള ആൾക്കാരുണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവുന്നു. അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവുന്നു. സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഫ്രീഡം ഉണ്ടാവുന്നു. ആരോഗ്യം, നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ജീവിതത്തിനകത്ത് എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതൊക്കെ നേടാൻ ഈ ഇൻഡസ്ട്രി നമ്മളെ സാധിപ്പിക്കുന്നു. ഇങ്ങനെ എത്രയും നല്ല ഒരു ബിസിനസ്സിനകത്ത് വന്നിട്ട് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, ഈ ബിസിനസിന്റെ ആവശ്യങ്ങൾ, ഈ ബിസിനസിന് വേണ്ടി മാറാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവുക. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും മാറില്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ മാറുക. ഞാൻ മാറും, ഞാൻ എന്ത് ചെയ്യാണ്, എന്തിനും ഞാൻ മാറാൻ തയ്യാറാണ്. എന്റെ ഡിഗ്രിയോ എന്റെ വിദ്യാഭ്യാസമോ എന്റെ കഴിവോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം വന്ന എന്റെ കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ മാറ്റിയേക്ക് ഞാൻ മാറാൻ തയ്യാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അവരുടെ നല്ലതിനെ കണ്ടുപിടിച്ച് അങ്ങോട്ടും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഞാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് സ്വഭാവങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനെ നിങ്ങൾ മാറ്റിയെടുത്താൽ നാളത്തെ കോടീശ്വരന്മാർ നിങ്ങളായിട്ട് മാറും. കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ സ്വഭാവങ്ങളുണ്ട്. അവരാരും മാറാൻ തയ്യാറല്ലാത്ത ആൾക്കാരല്ല. കോടീശ്വരന്മാരൊക്കെ തന്നെ മാറാൻ തയ്യാറുള്ള ആൾക്കാരാണ്. എനിവേ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. പിന്നീട് അവസരം സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. മടി ഏറ്റവും വലിയ അംഗവൈകല്യം മടിയാണ്. ആ അംഗവൈകല്യം നിങ്ങൾക്ക് ഇല്ലാതിരിക്കട്ടെ. മടിയൊക്കെ മാറ്റിവെച്ച്, മഴയാണ്, മഴ നമ്മളെ ബാധിക്കരുത്, വെയിൽ നമ്മളെ ബാധിക്കരുത്, തണുപ്പ് നമ്മളെ ബാധിക്കരുത്, പൊടി നമ്മളെ ബാധിക്കരുത്, ഒന്നും നമ്മളെ ബാധിക്കരുത്. ശക്തമായിട്ട് ഫീൽ ഇറങ്ങുക. ഇന്ന് മഴ കൊണ്ട് വർക്ക് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, അടുത്ത മഴക്കാലത്ത് നിങ്ങൾ ലക്ഷറി കാറിനകത്ത് പോകും. നേരെ മറിച്ച് ഇന്ന് നിങ്ങൾ മഴ ആണ് വിചാരിച്ച് മഴ കൊള്ളാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത മഴക്കാലത്ത് നിങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കേണ്ടാവുക. അടുത്ത മഴക്കാലത്ത് നിങ്ങൾ മഴ കൊള്ളേണ്ടി വരും, എന്നും മഴ കൊള്ളേണ്ടി വരും. അപ്പോ ഇപ്പൊ മഴ കൊണ്ട് വർക്ക് ചെയ്താൽ, മഴയത്ത് നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്താൽ അടുത്ത മഴക്കാലത്ത് നിങ്ങൾ ലക്ഷറി കാറിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. എനിവേ എല്ലാവർക്കും ശക്തമായിട്ട് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ചെയ്യുക. വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്നെ ക്ലാസ് ഏൽപ്പിച്ച സക്സസ് ബ്രേക്ക് ഗ്ലോബലിലെ ഫൗണ്ടർ മനോജ് സാർ ഞാൻ അങ്ങേയറ്റം നന്ദി അറിയിക്കുകയാണ്. എന്റെ മെന്ററും എന്റെ ലീഡറുമാണ് മനോജ് സാറ്. ഞാൻ ഈ ബിസിനസിനകത്ത് വിജയിച്ചെന്നല്ല ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മനോജ് സാറിന്റെ കൈകളും സിസ്റ്റത്തിന്റെ ഗൈഡൻസും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിസ്റ്റത്തെ മുറുകെ പിടിക്കുക, നമുക്ക് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.